Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Editorial analysis of 15th June 2023. നമസ്കാരം. ഇന്നത്തെ Editorial ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം, അതുപോലെ വൊക്കാബുലറി ഏതൊക്കെയാ നോക്കാം. ഇന്ന് ഒരുപാട് ലേറ്റായി. ഇന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ, സ്ക്രീൻ വിസിബിൾ ആണ്, അതുപോലെ എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ സെഷൻ. റെഗുലർ ആയിട്ടുള്ള സെഷനാണ്, എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്. നമ്മൾ വൊക്കാബുലറി പഠിക്കുന്നു, നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് അതുപോലെ നിങ്ങളുടെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ റീഡിങ് എബിലിറ്റി കൂട്ടാനും ആൻഡ് നിങ്ങളുടെ ജനറൽ അവയർനെസ് കൂട്ടാനും ഒക്കെയുള്ള സെഷനാണ്. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ റൈറ്റിംഗ് എബിലിറ്റിയും ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും 2 ആർട്ടിക്കിൾസിൽ ഒരു ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വിന്നിങ് ഇസ്ന്റ് എവറിത്തിങ്, അല്ലേ? വിജയിക്കുക എന്നുള്ളതല്ല എല്ലാ കാര്യവും, അല്ലേ? വിജയിക്കുന്നതിലല്ല എല്ലാ മെയിൻമ എന്ന് പറയുന്നത്. ഏറ്റവും വിജയിച്ചില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയേണ്ടത്. വിജയം ഓഫ് കോഴ്സ് വിജയിക്കുക ഒരു പാർട്ട് ഓഫ് ലൈഫാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എവറിത്തിങ്. വിജയമാണ് എല്ലാം എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വിട്ടുകളയരുത് ലൈഫിൽ. പക്ഷേ wanting it is. പക്ഷെ വിജയിക്കുക എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഡിസയർ ടു വിൻ, അതായിരിക്കണം എല്ലാം. ആ ഒരു ഡിസയർ നമുക്കുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് തോന്നുള്ളൂ, അല്ലേ? ആ ഒരു ഹോപ്പ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. പക്ഷേ വിജയിക്കുക എന്നതായിരിക്കരുത് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. പക്ഷേ വിജയം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എനിക്ക് വിജയിക്കണം, എനിക്ക് സക്സീഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള ആ ആഗ്രഹം ആയിരിക്കണം എവറിത്തിങ്. ഇറ്റ് മസ്റ്റ് ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ്. അതായിരിക്കണം നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. എങ്ങനെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഉഷാർ തോന്നുള്ളൂ, ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോവുക, കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു പുഷ് ഉണ്ടല്ലോ, ആ ഒരു പുഷ് എപ്പോഴും കിട്ടുന്ന ഈ ഡിസയറിലൂടെയാണ്. അപ്പോൾ ആ ഒരു ബേണിംഗ് ഡിസയർ നിങ്ങളുടെ മുമ്പിൽ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതൊന്ന് കീപ്പപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് നമ്മുടെ ആർട്ടിക്കിൾസിനെ പറ്റി. ഒരു ആർട്ടിക്കിൾ US പൊളിറ്റിക്സിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇൻഡിക്ഷന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയമുള്ള കാര്യമായിരിക്കും, ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. എന്തൊക്കെ ചാർജസ് ആണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ളതെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. സോ ആ ഒരു ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന്, ഇഫ് യു വോണ്ട് ടു നോ ദ തിങ്സ് ഇൻ അബൌട്ട് US പൊളിറ്റിക്സ് ആൻഡ് ട്രംപ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ദാറ്റ്സ് ഓൾ. അല്ലാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അബൌട്ട് ഇൻഫ്ലേഷൻ. നിങ്ങൾക്കറിയാം അല്ലേ, വില കയറ്റം എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ എന്ന് പറയുന്ന സാധനത്തെ പറ്റി നമുക്ക് ഒരുപാട് കേട്ട് പരിചയമുണ്ടാവും. ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളിൽ ഇൻഫ്ലേഷൻ ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്കറിയാം പാൻഡമിക്കിന് ശേഷം ഇൻഫ്ലേഷൻ്റെ കാര്യം, നമ്മുടെ ഇക്കണോമി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മളൊരു ആർട്ടിക്കിളൊക്കെ വായിച്ചായിരുന്നു, ഫിനാൻസ് ആർട്ടിക്കിൾ. എന്നാൽ ഇൻഫ്ലേഷൻ കൂടുന്തോറും പ്രശ്നം എന്താ വെച്ചാൽ സാധാരണക്കാർക്ക്, സാധാരണക്കാരെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ അവരുടെ പേർച്ചേസിങ് പവർ കുറയും, അല്ലേ? പൈസ കൂടുതലാണ്, എന്തായാലും സാധാരണക്കാർക്ക് പൈസ കൊടുത്തത് മേടിക്കാൻ പറ്റുകയില്ല, സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇക്കണോമിയിൽ ഉറപ്പായിട്ടും ഡിമാൻഡ് കുറയും, അല്ലേ? സാധനങ്ങളുടെ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറഞ്ഞാൽ ഇക്കണോമി എന്തായാലും ഡിഗ്രേഡ് ചെയ്യും. അപ്പോൾ അത് എന്തായാലും പോറിൻ്റെ പർച്ചേസിങ് പവറിനെ അഫക്റ്റ് ചെയ്താൽ ഇക്കണോമിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിയെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫുഡ് ഐറ്റംസിനാണ് ഇത്തവണ നമ്മൾ ഈ ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അത് നമുക്കറിയാം കോവിഡിന് ശേഷം ഉണ്ടായിരുന്നു, അതിന് ശേഷം. കാരണം അപ്പോൾ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടോണ്ട് തന്നെ പർച്ചേസിങ് പവർ വളരെ കുറഞ്ഞായിരുന്നു. സാധാരണക്കാരെ, മിഡിൽ ക്ലാസ് ആൾക്കാരെ ഒരുപാട് പേര് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പൈസ ഉള്ളവനെ അഫക്റ്റ് ചെയ്യില്ല, ഉറപ്പായിട്ടും പൈസ അവനുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പാവപ്പെട്ടവന് മിഡിൽ ക്ലാസ്സുകാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടു നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ, അവിടെ വന്നപ്പോഴും പ്രശ്നം വീണ്ടും വന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പത്രമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇൻഫ്ലേഷൻ എത്രമാത്രം നമ്മൾ അഫക്റ്റ് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിളോട് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആർട്ടിക്കിളാണ്, നമുക്ക് കുറച്ച് ഡേറ്റ കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാവുന്നുള്ളൂ. സോ അതിന് മുമ്പ് നമുക്ക് കുറച്ച് അധികം വൊക്കാബുലറി ഉണ്ട്, നമുക്ക് എന്നാലും വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റെഗുലറായിട്ട് സെഷൻ കാണുക, റെഗുലറായിട്ട് ക്വസ്റ്റസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ഡെയിലി വൊക്കാബുലറി ക്വസ്റ്റ് എഡിറ്റോറിയൽ കഴിഞ്ഞതിന് ശേഷം വൊക്കാബുലറി ക്വസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ സബ്ജക്ട് വൈസ് ക്വസ്റ്റസ് ഇവിടെ അവൈലബിൾ ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻസും ജോബ് അലേർട്സും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യാമല്ലോ. വാട്ട് ആർ യു പ്രിപ്പയറിംഗ് ഫോർ ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക കേട്ടോ. Adda247 മലയാളം ചാനൽ
സ്റ്റേറ്റ് എക്സാംസിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഒരുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒരുപാട് സീരീസ് ഉണ്ട്. SCRT സീരീസ് ഉണ്ട്, LDCയുടെ ഇപ്പോൾ സീരീസ് പോകുന്നുണ്ട്, പിന്നെ റെയിൽവേ സീരീസ് പോകുന്നുണ്ട്, പിന്നെ നമുക്ക് SSCയുടെ ക്ലാസ്സുകൾ, ബാങ്കിൻ്റെ ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്. ബാങ്കിന് വേണ്ടി നമ്മൾ പുതിയ ചാനലും തുടങ്ങി. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാങ്കേഴ്സ് മലയാളം എന്ന ചാനലാണ്. ബാങ്കിങ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ്, കണ്ടൻറ്റ്സ് ആൻഡ് സ്ട്രാറ്റജി, ഇൻഫർമേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ഒക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ വൺ വേർഡ് ആയിട്ടൊന്നുമില്ല, ഇഡിയമും അതുപോലെ തന്നെ ഫ്രേസൽ വേർബും ഉള്ളൂ. ഇത് വളരെ കുറവായിരുന്നാണ് നമുക്കിന്നുള്ളത്, പക്ഷേ വേർഡ്സ് നമുക്ക് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേട്ടോ. മഴയൊക്കെ ഉണ്ടോ അവിടെ? വിനുവിനൊക്കെ രാവിലെ കണ്ടല്ലോ. ഇന്നലെ എന്നാ പറ്റും വിനുവേ? നിന്നെ കണ്ടില്ലല്ലോ. ഇന്നലെ നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയം. ഫസ്റ്റ് ഇഡിയം ഇതാണ്, ഹാവ് വൺസ് ടാസ്ക് കട്ട് ഔട്ട്. ഹാവ് വൺസ് ടാസ്ക് കട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇഡിയമാണ്. അർത്ഥം ഇതാണ്, ഹാവ് സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. അപ്പം ടാസ്ക് നിന്റെ ടാസ്ക് കട്ടൗട്ട് ആണ്, ഹാവ് വൺസ് ടാസ്ക് കട്ടൗട്ട് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പണിയാണ് കേട്ടോ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. യു ഹാവ് സംതിങ് വെരി ഡിഫിക്കൽട്ട് ടു ഡു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹാവ് വൺസ് ടാസ്ക് കട്ടൗട്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈ വൺസ് എന്ന സ്ഥാനത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൈ കൊടുക്കാം, ആർ കൊടുക്കാം, യോർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, ഏത് പൊസസീവ്സും കൊടുക്കാം കേട്ടോ. നിങ്ങൾ സബ്ജക്റ്റ് ഏതാണോ കൊടുക്കുന്നത് ആ സബ്ജക്റ്റ് അനുസരിച്ച് ഏത് പൊസസീവ്സും നിങ്ങൾക്ക് കൊടുക്കാം. ഹാവ് വൺസ് ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് മൈ ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് ആർ ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് യോർ ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് ഹിസ് ടാസ്ക് കട്ട് ഔട്ട്, ഹെർ ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് യോർ ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് ഇറ്റ്സ് ടാസ്ക് കട്ട് ഔട്ട്, ഹാവ് ദെയർ ടാസ്ക് കട്ട് ഔട്ട്, ഏതും കൊടുക്കാം കേട്ടോ. അത് ഓർത്തോളൂ. അടുത്തത് ഗോ ഓൺ. ഗോ ഓൺ വിത്ത് യുവർ വർക്ക്. നമ്മൾ ഗോ ഓൺ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടിന്യൂ ചെയ്യല്ലേ, കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ് ഗോസ് ഓൺ, ഇറ്റ് വെന്റ് ഓൺ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരർത്ഥം കൂടെ ഉണ്ട്, സ്റ്റാർട്ട് വർക്കിംഗ്. ഒരു കാര്യം നടക്കുന്നു എന്ന് പറയാം അല്ലേ, ഒരു കാര്യം നടക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഗോ ഓൺ ആണ്. അതുപോലെ ഗോ ഓൺ എന്ന് പറയുന്നത് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പുതിയ ഉള്ള ഒരു വാക്കൊന്നുമല്ല, ഫ്രേസൽ വേർബൊന്നുമല്ല ഗോ ഓൺ എന്നുള്ള വാക്ക്. അടുത്ത് ടേക്ക് ഇറ്റ്സ് കോഴ്സ്. ടേക്ക് ഇറ്റ്സ് കോഴ്സ്, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അതങ്ങനെ നടന്നോളും അല്ലെ, അതതിൻ്റെ സൈഡിൽ അങ്ങ് നടന്നു, നീ പേടിക്കണ്ട, അതിനെപ്പറ്റി ഒരു നീ ബേജാറാവണ്ട, അതങ്ങ് നടന്നോളും. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം യൂഷ്വലായിട്ട് സാധാരണ ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരുന്നു, ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ഡെവലപ്പ് ആൻഡ് എൻഡ് ഇൻ യൂഷ്വൽ വേ. സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഒരു കാര്യം തുടങ്ങുക, ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വരിക, ആൻഡ് അത് എൻഡ് ചെയ്യില്ലേ, ആ ഒരു തുടക്കം തന്നെ ഒടുക്കം ഓഫ് എ തിങ്, റെഗുലറായിട്ട് നടക്കുന്നൊരു സംഭവം, അതിനാണ് ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നടക്കേണ്ട രീതിയിൽ അങ്ങ് നടന്നോളും അല്ലേ. യു ഡോണ്ട് ഹാവ് ടു വറി, അല്ലെങ്കിൽ ഡോണ്ട് വറി, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്, അതങ്ങ് നടന്നോളും, നീ അതിനെപ്പറ്റി ഓർത്ത് ബേജാറാവേണ്ടതൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് കേട്ടോ. ടേക്ക് ഇറ്റ്സ് കോഴ്സ്, ഡെവലപ്പ് ആൻഡ് എൻഡ് ഇൻ എ യൂഷ്വൽ വേ, അതാണ് നമ്മൾ എന്ത് പറയുക, ടേക്ക് ഇറ്റ്സ് കോഴ്സ് എന്ന് പറയാം. ഇതും പുതിയതൊന്നും അല്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത പുട്ട് ഔട്ട്. ഒരുപാട് എക്സാംസിന്, അതിപ്പോൾ SSC, ബാങ്കിങ്, PSC എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് പുട്ട് ഔട്ട്. ഒരു അർത്ഥം നിങ്ങൾക്കറിയാം, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, തീ അണക്കുക അല്ലേ, തീ അണയ്ക്കുക എന്നൊരു അർത്ഥമുണ്ട് പുട്ട് ഔട്ടിന്. അല്ലാതെ പുട്ട് ഔട്ടിന് ഒരു അർത്ഥം കൂടി ഉണ്ട്, പബ്ലിഷ് ചെയ്യുക, പുട്ട് ഔട്ട് എ നോട്ടീസ് അല്ലെ. പുട്ട് ഔട്ട് ഇപ്പോൾ ട്രംപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹി പുട്ട് ഔട്ട് എന്താ പറയുക, പ്രൊട്ടസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹെയ്റ്റ് സ്പീച്ച്, പുട്ട് ഔട്ട് ഹെയ്റ്റ് സ്പീച്ച്, പബ്ലിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇഷ്യൂ ചെയ്യുക, പബ്ലിഷ് ചെയ്യുന്നൊരു അർത്ഥം കൂടെ പുട്ട് ഔട്ട് ചെയ്യുക കേട്ടോ, അർത്ഥമുണ്ട്. പുട്ട് ഔട്ട് മറക്കണ്ട, ഓർത്താൽ മതി. തൃശ്ശൂർ പോയോ? അടിപൊളി. ഓക്കെ, ഫസ്റ്റ് ഇഡിയം വെച്ചൊരു സെൻറ്റൻസ് പറയാം. ഏതാ? ഹാവ് വൺസ് ടാസ്ക് കട്ട് ഔട്ട്. ഇത് ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി ഉള്ള സമയത്തൊക്കെ നേരത്തെ മുതൽ നമ്മൾ വായിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. The exams, or for example, the exams are approaching, or degree mains exams are approaching, or SSC CHSL exams are approaching. I have my task cut out. I have something very difficult to do. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം വരാൻ, ഇപ്പം ഞാൻ നിങ്ങളുടെ സിനാരിയോയിൽ എടുക്കുന്ന എക്സാം വരികയാണ്, അല്ലെങ്കിൽ എനിത്തിങ് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോണ്, എനിക്ക് നല്ല പണിയുണ്ട് കേട്ടോ, ഒരുപാട് കഷ്ടപ്പെടേണ്ട വരും, അത്ര ഉള്ള അതിൻ്റെ അർത്ഥം. സച്ച് കേട്ടോ ലക്ഷ്മി. അടുത്തത് എ ടേൺ ഓഫ് ദ സ്ക്രൂ. ഇന്ന് നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ടേൺ ഓഫ് ദ സ്ക്രൂ എന്നുള്ള ഇതാണ് ഈ മറ്റേ ട്രംപിൻ്റെ ആർട്ടിക്കിൾ കാണുക. പക്ഷേ എ ടേൺ ഓഫ് ദ സ്ക്രൂ എന്നാണ് അതിൻ്റെ ഇഡിയം. ഇങ്ങനെയാണ്, കംപ്ലീറ്റ് ഇഡിയത്തിൻ്റെ മീനിങ് ഇതാണ്, ഇഡിയം സ്ട്രക്ചർ ഇതാണ്. എ ടേൺ ഓഫ് ദ സ്ക്രൂ. എ ടേൺ, ഇപ്പോൾ സ്ക്രൂ ഒന്ന് തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
an action that makes a bad situation worse. Already situation വഷള, ബാഡ് ആണ്. അതിന് നമ്മൾ ഒന്നുകൂടി തിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ കുളമാക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. എ ടേൺ ഓഫ് ദ സ്ക്രൂ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? an action that makes a bad situation worse. സംഭവം ഓൾറെഡി വഷളായിട്ടിരിക്കുകയാണ്, അതിന് നമ്മൾ കോളമാക്കി മറിച്ച് തിരിച്ച് കളയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? a turn of the screw എന്ന് പറയാം കേട്ടോ. സോ ഓർത്തോള, that's it. Good morning, Shaini. You should go on with the preparation for cracking bank exams. അല്ലേ? വെറും go on the അല്ല, go on with what? Go on with. You should continue with the preparation. അങ്ങനെയല്ലേ പറയാറ് അനുപമ? ഓർത്തോ, you should go on with the preparation for cracking bank exams കേട്ടോ. Life is full of ups and downs. It will go so no. വില്ല് വന്നിട്ടുണ്ട് ഷഹാന. അപ്പോൾ പിന്നെ മോഡൽ ഓക്സിലറി വേർബിന് ശേഷം എപ്പോഴും V1 വരണ്ടേ? ഏതൊരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷവും V1 വരണേ. വില്ലാണ് വന്നിരിക്കുന്നത്, വില്ല് മോഡൽ ഓക്സിലറി വേർബാണ്, അതിന് ശേഷം V1 റൂട്ട് ഫോം ഓഫ് വേർബ് കൊടുക്കാൻ മറക്കണ്ട. സോ ഇറ്റ് വിൽ ഗോസ് ഓൺ അല്ല, ഇറ്റ് വിൽ ഗോ ഓൺ. ഏതൊരു മോഡൽ ഓക്സിലറി വേർബിന് ശേഷവും നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് V1 കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. യെസ്, ഇറ്റ്സ് എ ലബോറിയസ് ടാസ്ക് ആൻഡ് യു നീഡ് ടു പുഷ് ദി എൻഡ് വേർബ് ടു ഗോ ഓൺ ദി ട്രജക്ടറി. അപ്പോൾ ഇന്നലത്തെ സെന്റൻസ്, ഇന്നലത്തെ ഇത് നീ കണ്ടു അല്ലേ? ഇന്നത്തെ സെഷൻ നീ കണ്ടു. ഓക്കെ, ഗുഡ് മോർണിംഗ് നന്ദന. I put out my new magazine. I published it. That's great. He put out his autobiography. Great. The manager found to have his task cut out in the absence of his workers. Great. You guys are really going to have your work cut out to be that team. That's great. Banking channel description കണ്ടില്ലേ? ലിങ്ക് കണ്ടില്ലേ? ഒരു സെക്കൻഡേ നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സംഭവം ഉണ്ട്. ലിങ്ക് കണ്ടില്ലെങ്കിൽ നോക്കട്ടെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയോട്ടെ കേട്ടോ. ഇല്ല അല്ലേ? അത് ഇട്ടിരുന്നാണല്ലോ നമ്മുടെ ടെക്നിക്കൽ ടീം പറഞ്ഞേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ ലിങ്ക് ഇട്ടുതരാം. അതായത് നമ്മുടെ Adda247 മലയാളം KPSC ഷോർട്ട് സെലക്ഷനും Adda247 കേരള സെൻട്രൽ എക്സാംസിലെ ആ 2 ടെലിഗ്രാം ചാനലും ഞാൻ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇതൊന്ന് ഇട്ട് വന്നിട്ട് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടേ. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. Adda247 മലയാളം സെൻട്രൽ എക്സാംസും അതുപോലെ KPSC ഷോർട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞ 2 ടെലിഗ്രാം ചാനൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. നിങ്ങളുടെ സെൻറ്റൻസ് ബാക്കി നോക്കട്ടെ. ഞാൻ ആ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞതാണ് ഇടാൻ. ഇനി ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ അവരോട് ഒന്നുകൂടി പറയാട്ടോ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ പറയാട്ടോ. മിസ്സായി പോയെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാൻ പറയാം. വൺ ഷുഡ് ഗോ ഓൺ വിത്ത് ദർ ടാസ്ക്. വൺ ഷുഡ് അല്ലേ സ്വാതി? ഹായ് സ്വാതി, കുറച്ചായി ഇപ്പോൾ കണ്ടിട്ടല്ലേ ലൈവിൽ. വൺ ഷുഡ് ഗോ ഓൺ വിത്ത് ദെയർ അല്ല, വൺ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് എങ്കിൽ വണ്ണ് തന്നെ കൊടുക്കണം, അപ്പോസ്ട്രോഫി വൺസ് തന്നെ കൊടുക്കണം. ദേ ഷുഡ് ഗോ ഓൺ വിത്ത് ദെയർ ആണ് കൊടുക്കാം. ഐ ഷുഡ് ഗോ ഓൺ വിത്ത് മൈ ആണ് അല്ലേ? ഹീ ഷുഡ് ഗോ ഓൺ വിത്ത് ഹിസ് ആണ്. ഷീ ഷുഡ് ഗോ ഓൺ വിത്ത് ഹെർ ആണ് അല്ലേ? അതുപോലെ സബ്ജക്റ്റ് എന്താണോ അതനുസരിച്ചാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്. സബ്ജക്റ്റ് വൺ ആണെങ്കിൽ വൺസ് തന്നെയാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത് കേട്ടോ. സോ അതി വൺസ് ടാസ്ക് അതർ ദാൻ പ്രൊക്കാസ്റ്റിനേറ്റിംഗ് കേട്ടോ. The police put out the wanted notice of the culprit. All right. Adding fuel to fire is a turn of the screw. Yes. They have their task cut out to amalgamate each and every person to fix the issue. That's great. The fireman put out the fire. All right. He put out his new book. All right. Life takes its course. Don't worry about it. That's great.
She go on with new atmosphere. She go on alla malu, she ennu parayunna subject singular alle, appo verb singular koduthe. She goes on with new atmosphere kodukka. Many heinous crimes are taking its course in the country and no personnel are taking the liability for it. That's great. Sometimes his words becomes on illa. Sometimes his words plural alle Shahana, appo verb singular kodukkarthu, plural kodukka. Sometimes his words become a turn of the screw. Ketta. The examination will take its course. That's great. PDF okay. വെറുതെ അല്ല, നിന്റെ കയ്യിൽ ഇതുണ്ടല്ലോ, ഞാൻ ഓർക്കുകയും ചെയ്തു. Good morning, Bilahari. Neat results put out yesterday. Neat results put out അല്ല, neat results are put out yesterday. Are published. Publish ചെയ്യപ്പെട്ടു. അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലല്ലോ, ആരോ റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നല്ല. അപ്പോൾ അത് പാസീവൈസേഷൻ വേണം കേട്ടോ ലക്ഷ്മി. Neat results are put out yesterday. Sorry, were put out. Are alla, yesterday alla, appo past vanam. Were put out yesterday. Neat results were put out yesterday. After making dinner, I went on to set the table. That's great. Writers go on writing whatever happens in their life. Writers go on writings alla, writers went on writing. Adu koduthu, went on writing, keep on going, went on writing ennu kodukka. Writings alla, writing keto. Shiny writings ennalla, avade verb alla venda, writing ennu kodukka. Evidence, the violence of Russia and Ukraine will be a turn of the screw in the world. Yes, you don't need to worry. It will take its course. Great. He goes to put out his name in front of the audience. That's great. English in the channel, new channel the link share cheyana miss. New channel share ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ചാനൽ ചുമ്മാ ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു കൊടുത്താൽ മതി, കിട്ടും. അത് ലിങ്ക് വേണ്ട, ജസ്റ്റ് റിൻറ്റു ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ടെലഗ്രാമിൽ വരും കേട്ടോ. ജസ്റ്റ് ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് കൊടുത്തു, അപ്പോൾ സെറ്റായിട്ട് ഇത് വരും. അങ്ങനെ കൊടുത്താൽ കയറിയാൽ മതി നമ്മുടെ ചാനലിൽ. ഷി പുട്ട് ഔട്ട് ഹെർ ന്യൂ ബുക്ക്. ദ ആർട്സൺ വാസ് പുട്ട് ഔട്ട് ബൈ ദ പേഴ്സണൽ. ദാറ്റ്സ് ഗ്രേറ്റ്. സനൽ ഗുഡ് മോർണിംഗ്. ദ കപ്പിൾസ് ക്വാറൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് അല്ല, ടേക്സ് ഇറ്റ്സ് കോഴ്സ്, അല്ലെങ്കിൽ ടുക്ക് ഇറ്റ്സ് കോഴ്സ് കൊടുത്തു, എന്നാലും കുഴപ്പമില്ല. ആളൂ ക്വാറൽ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ക്വാറൽ സിംഗുലറാണ്, അപ്പോൾ വേർബ് കൊടുക്കുമ്പോൾ ടേക്സ് കൊടുക്കുക, സിംഗുലർ വേർബ്. അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നെങ്കിൽ ടുക്ക് കൊടുക്കണം. ശ്രദ്ധിക്കണേ. I have put out a comic book this month. All right. Month end is coming. The employees have theirs allada, theirs എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പ്രൊനൗൺ ആയില്ലേ, നമുക്ക് പോസിറ്റീവ്സ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം തൊട്ടടുത്ത് ടാസ്ക് എന്ന നൗൺ ഉണ്ട്. അപ്പോൾ പ്രൊനൗണും നൗണും ഒരുമിച്ച് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? their task കേട്ടോ. ആ എസ് എൻ കട്ട് ചെയ്ത് കളഞ്ഞേ, theirs വേണ്ട. their task cut out to finish monthly target. The rower will take it scores. Great. Even at the time of difficult situation, he go on with his work. He go on alladira, he goes on. He subject is singular, verb is singular koduthe. The meddling in personnel leads to a turn of the screw and the amid the ongoing grapple. Great. She's going on with his new project. All right. The development of vaccine takes its course. Great. They arrived in the nick of time and went on reviving activities. That's great sentences. About namakkulla idioms and phrasal verbs nokke. Have one's task cut out, go on, take its course, put out a turn of the screw. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഡിയംസും ഫ്രേസൽ വേർബ്സും. നോട്ട് ഡൗൺ ചെയ്യുക. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്ക് സിനോണിംസ് ഒക്കെ പഠിക്കാൻ കുറച്ചധികം ഉണ്ട്. നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2400 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യുക, പഠിക്കണം, ഉഷാറായിട്ട് കാര്യങ്ങൾ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി മെയിൻ ഫോക്കസ് ചെയ്തിട്ടൊരു ബാച്ചാണ്. അതിൽ എസ്പെഷ്യലി നിങ്ങൾക്കറിയാം കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. 13 or 15 മാർക്സോളം കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. പ്ലസ് 13 മാർക്സ് സബ്ജക്റ്റ് ആൻഡ് 15 മാർക്സ് കറണ്ട് അഫയേഴ്സ്, അങ്ങനെയാണ് കോർ സബ്ജക്റ്റ്, അങ്ങനെയാണ്. അപ്പോൾ അതുകൂടാതെ 10 മാർക്സ് ഇംഗ്ലീഷിനുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു സെഷൻ ഞാനും ഷെഫീഖ് സാറൂടെ 7:30 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യുവൽ സെഷനാണ്. വരെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ഒക്കെ പഠിച്ചു പോകാം ആൻഡ് കറണ്ട് അഫയേഴ്സ് as well. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ജോയിൻ ചെയ്യുക, ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുക കേട്ടോ. അതുപോലെ LSGSൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതി തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ ബാച്ച് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം, ക്ലാസ്സിൽ കയറാം. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഡിസ്കൗണ്ടോട് കൂടി യൂസ് ചെയ്യാം. അതുപോലെ ടാർഗറ്റ് LDC, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. വരാൻ പോകുന്നത് 2024 LDC എക്സാംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് ടു അഡ്വാൻസ് ലെവലിലെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 12-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചു, ഓറിയൻറ്റേഷൻ പ്ലസ് തിങ്സ്. അപ്പോൾ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, വരിക. 2400 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഉഷാറായിട്ട് പഠിച്ചു വിടാം കേട്ടോ. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ലെറ്റ്സ് മൂവ് ഫോർവേഡ് ടു അവർ സിനോണിംസ്, ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ്. ഇറോഡിയ, ഇറോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇറോഡിയ, ഇറോഷൻ, സോയിൽ ഇറോഷൻ.
ഇറോഷൻ എന്ന് പറയുന്നത് ഈ ഇറോഡ് എന്ന വാക്കിൻ്റെ നൗൺ ഫോർമുലേഷനാണ് ഇറോഷൻ അല്ലേ. ഇറോഷൻ എന്താ? നാശം അല്ലേ, നാശമാണ്. അപ്പം ഇറോഷൻ നൗൺ ആണ്, ഇറോഡ് ചെയ്യുക വേർബാണ്. അപ്പം ഇറോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം വേറവേ, നശിച്ചു പോവാണ്, അബ്രേഡ് ചെയ്യാണ്, ക്രംബിൾ ചെയ്യാണ്, കൺസ്യൂം ചെയ്യാണ്, സ്പോയിൽ ചെയ്യാണ്. അതാണ് ഇറോഡ് ചെയ്യാണ് അല്ലേ. നമുക്ക് ഈ പറയുന്ന റെസ്റ്റ് RUST, ഈ പറയുന്ന തുരുമ്പ് അല്ലേ, തുരുമ്പ് അയണിനെയൊക്കെ തുരുമ്പ് കൺസ്യൂം ചെയ്യാൻ നമ്മൾ പറയില്ലേ, തുരുമ്പെടുത്ത് പോയി സാധനം എന്നൊക്കെ പറയില്ലേ, കൺസ്യൂം ചെയ്യുന്ന ഒരു അർത്ഥം കൂടി ഇറോഡിനുണ്ട്. അതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. സോ അർത്ഥം ഓർത്തിരിക്കുക, ഇറോഷൻ എന്നാണ് നൗണ്, ഇറോഡാണ് വേർബ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത എക്സ്റ്റെൻഡ് വരുമ്പോൾ മറന്നു പോവാതെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കാതെ പോകേണ്ട ഒരു കാര്യമുണ്ട്. വേറൊരു എക്സ്റ്റെൻഡ് കൂടെ ഉണ്ട്, നമുക്കറിയാം എക്സ്റ്റെൻഡ് EXTENT. ഈ എക്സ്റ്റെൻഡ് എന്താ? നൗൺ എക്സ്റ്റെൻഡ് ആണ്. അതിനടുത്ത് എന്താ? പരിധി അല്ലേ. I don't want to take it to any more extent. വേറൊരു ലിമിറ്റ് വരെ പോകാൻ എനിക്ക് താല്പര്യമില്ല, ഇത് മതി, ഇത് കൂടുതൽ അങ്ങോട്ട് ലിമിറ്റിലോട്ട് കടന്നു പോകാൻ എനിക്ക് താല്പര്യമില്ല. I don't want to take our quarrel to another extent. അടുത്തൊരു എക്സ്റ്റെൻഡിലോട്ട് കൊണ്ടുപോകാനുള്ള എനിക്ക് താല്പര്യമില്ല. EXTENT ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നൗൺ ആണെങ്കിൽ ടിയും വേർബ് ആണെങ്കിൽ ഡിയും ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഡി ആണ് കേട്ടോ, വേർബ് ആണ്. എക്സ്പാൻഡ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുന്ന എക്സ്പാൻഡ് ചെയ്യുക, എൻലാർജ് ചെയ്യുക, വൈഡൻ ചെയ്യുക. അല്ലാതെ ക്യാൻ യു എക്സ്റ്റെൻഡ് യുവർ ഹെൽപ്പ്, ക്യാൻ യു എക്സ്റ്റെൻഡ് യുവർ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഓഫർ ചെയ്യുക, ഗിവ് ചെയ്യുക, പ്രൊഫർ ചെയ്യുക, അതിന് അർത്ഥമാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തോണം, എക്സ്റ്റെൻഡ് എന്ന വാക്കുണ്ട്, എക്സ്റ്റെൻറ്റ് എന്ന വാക്കുണ്ട്, നൗണും ഉണ്ട് വേർബും ഉണ്ട്, മാറിപ്പോയത്. രണ്ട് മീനിങ് ആണ്, രണ്ട് യൂസേജ് ആണ്. അടുത്ത പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ എല്ലാവരും പറയാറില്ലേ. അപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാലത്തേക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ, കുറച്ചൊരു കാലയളവ് വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻറ്ററിം സർട്ടിഫിക്കറ്റ് ആണ്, ടെമ്പററി ആണ്, ട്രാൻസിഷണൽ ആണ്. അത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രൊവിഷണൽ എന്ന് വിളിക്കാം. ട്രാൻസിഷണൽ, ടെമ്പററി, ഇൻറ്ററിം എന്നൊക്കെ പറയും പ്രൊവിഷണൽ. അടുത്ത വാലിഡേറ്റ് ചെയ്യാം. വാലിഡിറ്റി കേട്ടില്ല, വാലിഡിറ്റി പുതുക്കാറായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാറില്ലേ. വാലിഡിറ്റി കേട്ട് പരിചയമുള്ളതായിരിക്കും വാലിഡിറ്റി അല്ലേ. അപ്പോൾ വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നാ? പ്രൂവ് ചെയ്യുക, വാലിഡിറ്റി നൗൺ, വാലിഡേറ്റ് ചെയ്യുക വേർബ്. വാലിഡേറ്റ് ചെയ്യുക, പ്രൂവ് ചെയ്യുക, അപ്ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക, വിൻഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കില്ലേ, അതിലെ അത് ശരിയാണെന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ വാലിഡേറ്റ് ചെയ്യുക പറയാം അല്ലേ. അപ്പോൾ പ്രൂഫ്, അപ്ഹോൾഡ്, സപ്പോർട്ട്, ജസ്റ്റിഫൈ അല്ലെങ്കിൽ വിൻഡിക്കേറ്റ് എന്നൊക്കെ സിനോണിംസ് ഉണ്ട് നമ്മുടെ വാലിഡേറ്റ് എന്ന വാക്കിന്. വാലിഡിറ്റി ആണ് നൗൺ. സോറി, വാലിഡിറ്റി അല്ല, വാലിഡിറ്റി അല്ല, വാലിഡിറ്റി വേറെ സാധനമാണ്, അതിൻ്റെ സിമിലർ ആണ്. ഇവർ വാലിഡേഷൻ, ഈ ജസ്റ്റിഫിക്കേഷന് വാലിഡേഷൻ എന്ന് പറയാം. സോറി, വാലിഡിറ്റി ഉണ്ട്, വാലിഡിറ്റി ബട്ട് ഇതിൻ്റെ ഇതല്ല. നമ്മൾ എന്താ പറയുക, വാലിഡിറ്റി എക്സ്റ്റെൻഡ് നമ്മളൊരു കാര്യം എന്താ പറയുക, എൻ്റെ ഉറപ്പ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, ബട്ട് വാലിഡേഷൻ ആണ് യൂസ്ഡ്. വാലിഡിറ്റി ഇതിൻ്റെ ഈ റൂട്ടിൽ നിന്ന് തന്നെ വരുന്ന വാക്കാണ്, ബട്ട് വാലിഡേഷൻ എന്ന വാക്കാണ് വാലിഡേറ്റ് എന്ന വേർബിൻ്റെ നൗൺ കേട്ടോ. സോറി ഫോർ ദാറ്റ്. പിന്നുള്ളത് ഹോവർ ചെയ്യുക എന്ന് പറയുന്നത് ഫ്ലോട്ട് ചെയ്യുക. ഒരു കാര്യം ഹോവർ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യുക, ഹാങ് അറൗണ്ട്, ചുറ്റിപ്പറ്റി നിൽക്കുക അല്ലേ. ഇപ്പം നമ്മൾ പറയുകയാണ് ദ റെസിഡ്യൂ ഓഫ് COVID-19 ഈസ് ഹോവറിങ് ഇൻ അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും COVID-19 ആ റെസിഡ്യൂ, എന്തോ ഒരു അവശിഷ്ടം ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ സത്യമാണ് അല്ലേ. അതിപ്പോൾ ഇക്കണോമിക്കലി കറക്റ്റാണ്, സോഷ്യലി കറക്റ്റാണ്, പൊളിറ്റിക്കലി കറക്റ്റാണ് അല്ലേ, എന്ത് ആരോഗ്യപരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കറക്റ്റാണ് അല്ലേ. ഇപ്പോഴും ആ COVID-19 വന്നതിന് ശേഷമുള്ള കുറേ ബാക്കി പത്രം ഇപ്പോഴും ഇവിടെ ഉണ്ട് അല്ലേ. അതിപ്പോൾ എന്തൊക്കെ ലൈഫിലെ സിറ്റുവേഷനിൽ, സോഷ്യൽ സെനേറിയോയിലൊക്കെ ഉണ്ട്. ഹോവർ ചെയ്യുക, ഫ്ലോട്ട് ചെയ്യുക, അതൊക്കെ ഹാങ് അറൗണ്ട്, ലിങ്കർ ചെയ്യുക, ലോയിറ്റർ ചെയ്യുക, ഡ്രിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ദാറ്റ് ഈസ് ഹോവർ. വേർബാണ് ഹോവർ, ഓർത്ത് വെച്ചോണം. ഓൾറൈറ്റ്, അതാണ് നമ്മുടെ ഹോവർ എന്ന വാക്കിൻ്റെ അർത്ഥം. Let me read your sentences. Why did you go on with this wanton behavior? That's great. Meddling in person കൊടുക്കണ്ടേ, meddling in of personal. എവിടെ എത്തിയായിരുന്നു? ഞാനത് ശ്രദ്ധിച്ചില്ല. ഓഫ് ഇല്ലായിരുന്നോ? നീ എഴുതിയപ്പോൾ ഓഫ് ഇട്ടില്ലായിരുന്നു. ഞാൻ വായിച്ചപ്പോൾ എനിക്കത് meddling in the meddling in personal of the meddling in of personal, അത് തന്നെ വേണം. ഓഫ് വേണം അവിടെ, ഓഫ് വേണം, ഞാൻ ശ്രദ്ധിച്ചില്ല. വേണം. If he go Lakshmi, if he go on with Allah, if he goes on with his behavior, it will turn off the screw. Ato it will turn off the screw അല്ല, a turn off a screw എന്ന് പറയുന്നത് ഒരു ഇഡിയം അല്ലേ, ഒരു നൗൺ അല്ലേ അത്. ആ ഇഡിയം ഒരു നൗൺ ഫോർമുലേഷനാണ്. a turn of the screw, ഒരു ടേൺ, സ്ക്രൂവിൻ്റെ ഒരു ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കൊടുക്കണം? it will be a turn of the screw, അങ്ങനെ കൊടുക്കണം കേട്ടോ. ഒന്നുകൂടെ പറയാം ലക്ഷ്മി. if he goes on with his behavior, it will be a turn of the screw. Putting out forest fire is a Herculean task. ആണോന്ന്
In the time of rescue operation, the rain turns off the screw. അവിടെ ഉണ്ട് ടേൺ ഓഫ് ദ സ്ക്രൂ അല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ? എ ടേൺ ഓഫ് ദ സ്ക്രൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എ ടേൺ ഓഫ് ദ സ്ക്രൂ എന്ന് പറയുമ്പോൾ എ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടേൺ ഇവിടെ വേർബ് അല്ല, ഇത് നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇറ്റ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ ബിലഹരി ഇവിടെ എങ്ങനെ വരണം? ഇൻ ദ ടൈം ഓഫ് റെസ്ക്യൂ ഓപ്പറേഷൻ ദ റെയിൻ ബിക്കംസ് എ ടേൺ ഓഫ് ദ സ്ക്രൂ. റെയിൻ ബിക്കംസ് എന്ന റെയിൻ ഒരു എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു അവസ്ഥയായി. അതാണ്, മനസ്സിലായോ? അപ്പൊ ടേൺ എന്ന് പറയുന്നത് ഇവിടെ നൗൺ ഫോർമുലേഷൻ ആയിട്ടാണ് ഉപയോഗിച്ചപ്പെട്ടിരിക്കുന്നത്. കാര്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? നൗൺ ഫോർമുലേഷൻ ആയിട്ടാണ് നമ്മളിവിടെ ടേൺ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ ടേൺ ചെയ്യുക എന്ന അർത്ഥമല്ല കേട്ടോ. ടേൺ തന്നെ അത് ചാപ്റ്റർ എന്ന് പറയാൻ സാധനമല്ല. അതാണ് നിങ്ങൾക്ക് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണേ, ലക്ഷ്മിയും ബിലാരിയും ശ്രദ്ധിക്കാം. ഹി ഓൾവേസ് തിങ്ക് അല്ല, ഹി ഓൾവേസ് തിങ്സ്. ഷൈനി തിങ്സ് കൊടുക്കണം. കാര്യം ഓൾവേസ് കഴിഞ്ഞിട്ട് എസ് കണ്ടതുകൊണ്ട് പിന്നെ തിങ്സ് കൊടുക്കാതിരുന്നാന്ന് തോന്നുന്നു. ഞാൻ ഇന്നാൾ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് എപ്പോഴും പറ്റാറുണ്ട്, പറ്റരുത്. ഹി സബ്ജക്റ്റ് സിംഗുലർ, വെർബ് സിംഗുലർ. ഹി ഓൾവേസ് തിങ്സ് ഹിസ് വർക്ക് ടു take its course, but it happens as a turn of the screw. Okay, all right. Actually, he was walking on the footpath, but the uncontrolled car entered into the footpath. Entered the footpath. It turned of the screw അല്ല, it became a turn of the screw എന്ന് പറയാം. അത് വഷളാക്കി എന്നുള്ളത്. ഇപ്പോൾ അനൂപ ഞാൻ പറഞ്ഞല്ലോ ടേൺ നൗൺ ആണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. എൻ്റർ ഇൻ ടു എന്ന് പറയുന്നത് ഫിസിക്കൽ സർഫസിലോട്ട് കയറുമ്പോൾ നമ്മൾ ഒരിക്കലും എൻ്റർ ഇൻ ടു പറയില്ല. ഫിസിക്കൽ അല്ലാത്ത കാര്യത്തിലാണ് ഓക്കെ. ലൈക്ക് എൻ്റർ ഇൻ ടു എ കോൺഫ്ലിക്റ്റ്, എൻ്റർ ഇൻ ടു എ ഫൈറ്റ്, എൻ്റർ ഇൻ ടു എ നെഗോസിയേഷൻ, എൻ്റർ ഇൻ ടു എ ട്രീറ്റി എന്നൊക്കെ പറയാം കേട്ടോ. അതാണ്, അല്ലാതെ എൻ്റർ ഇൻ ടു എന്നൊരിക്കലും അല്ലാതെ പറയാറില്ല. എൻ്റർ ദ റോഡ്, എൻ്റർ ദ ബിൽഡിംഗ്, എൻ്റർ ദ ഫുട്പാത്ത്. പിന്നെ ഫുട്പാത്ത് ഒറ്റ വാക്കല്ലേ, രണ്ട് വാക്കല്ലല്ലോ അത്. The machines were eroded due to wear and tear. Due to wearing and tearing എന്ന് കൊടുക്കണം. Wearing and tearing കൊടുക്കണേ. Have a more like good morning. The intent of the spearhead is to extend the extent of the project. That's good. Please extend the deadline. ഇവിടെ എക്സ്റ്റെൻഡ് വേർബ് ആണ് നീ ഉദ്ദേശിക്കുന്നത്, അത് ഡി ആടാ, ടി അല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളത്. എക്സ്റ്റെൻഡ് ദ ഡെഡ്ലൈൻ ഫോർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ടു റിസീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഇൻഷുറൻസ്. ഹി നീഡ്സ് ടു എക്സ്റ്റെൻഡ് ഹിസ് business. Great. The judge sentenced that there is no place for his professional bail. Sentence that അല്ല, സെന്റൻസ് ചെയ്തോന്ന് എന്താണ്, കുറ്റം ചുമത്തി അയാളെ സെന്റൻസ് ചെയ്തു. അപ്പോൾ സെന്റൻസ് ദാറ്റ് എന്ന് കൊടുക്കില്ല, സെന്റൻസ് ഹിം, അവനെ സെന്റൻസ് ചെയ്തു എന്നോ അവളെ സെന്റൻസ് ചെയ്യുന്നോ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ പറയണം ദ ജഡ്ജ് എന്താ പറയുക, put his verdict that, or put forward his verdict that, or he asserted that, അങ്ങനെ കൊടുക്കണം. അവിടെ ദാറ്റ് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ വാക്കുകളെ കൊടുക്കാൻ പറ്റുള്ളൂ. കൺഫേം ദാറ്റ് അങ്ങനെയൊക്കെ കേട്ടോ. സെന്റൻസിന്റെ കൂടെ ഒരിക്കലും ദാറ്റ് കൊടുത്ത് പോകും, ദാറ്റ് ക്ലോസ് കൊടുക്കില്ല, നേരെ ഒബ്ജക്റ്റ് കൊടുക്കാത്തുള്ളൂ. ദ ടീച്ചർ വാലിഡേറ്റഡ് ദ കണ്ടന്റ്സ് ഇൻ മൈ പ്രോജക്ട്. ഓൾ റൈറ്റ്. കണ്ടന്റ്സിന്റെ പ്രത്യേകത ലിസ്റ്റ് എന്ന പ്രോജക്റ്റിന്റെ മുമ്പിൽ ആ ഇൻഡെക്സ് ലിസ്റ്റ് ഇല്ല, ആ ലിസ്റ്റിനെയാണ് നമ്മൾ കണ്ടന്റ്സ് എന്ന് പറയാം. നമ്മളൊരു ലെറ്ററിന്റെ കണ്ടന്റ്സ് പറയാം, അല്ലെ ബുക്കിന്റെ കണ്ടന്റ്സ് പറയാം. പ്രോജക്റ്റിന്റെ കണ്ടന്റ്സ് എന്ന് പറയില്ല, കണ്ടന്റ് എന്ന് പറയുള്ളൂ. അതിൻ്റെ ഉള്ളിലെ സത്ത് കണ്ടന്റ് എന്നേ കൊടുക്കുള്ളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണാത്ത. വില്ലേജ് ഓഫീസർ ഒന്ന് കണ്ടന്റ്സ് പ്ലൂറൽ നൗണും മറ്റ് കണ്ടന്റ് അൺകൗണ്ടബിൾ നൗണും, അതാണ് വ്യത്യാസം. വില്ലേജ് ഓഫീസർ വാലിഡേറ്റഡ് ദ ഇൻകം സർട്ടിഫിക്കറ്റ്. ഗ്രേറ്റ്. യു ഷുഡ് എക്സ്റ്റെൻഡ് യുവർ നോളജ് ടു ക്രാക്ക് ദ അപ്കമിംഗ് എക്സാംസ്. ഗ്രേറ്റ്. ഹി സ്വാൺ ഇസ് ആസ് ഹിയർ. ഹി സ്വാൺ സ്വാൺ അല്ല, സ്വെയർ അല്ലേടാ. അപ്പൊ സ്വെയറിന്റെ പാസസ് സ്വോർ ആണ്. സ്വോൺ തേർഡ് ഫോം ആണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം. പിന്നെ ഈസ് അവിടെ വന്നേക്കുന്നു, അവിടെ എന്തോ ഒരു തെറ്റുണ്ടല്ലോ, അതൊന്ന് തിരുത്തി എഴുതിയടാ. ആസ് ഇൻ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി. അപ്പൊ ഹി സ്വോർ ആസ് സി, അങ്ങനെ ഹി സ്വോർ ആസ് സി ഇന്റർ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി എന്നാണ് വരേണ്ടത്. The board meeting of the company extended till 11 a.m. which eroded the colleagues' patience. Great. They added more sugar and eroded the fish curry. All right. Although he validated before the court of law, yet the culprits escaped from the punishment through Manipur. All right. He's hovering in her memories, even she left him. That's great. It is your honest to overhaul the engine, otherwise the sophisticated parts will erode. Great. The police caught the boys who were hovering in the city without attending class. Great. He eroded the oil by making insipid food items. All right. The windows eroded due to the heavy rain. The mystery behind the Sushant Singh's death still hovered around for 3 years. For 3 years വരുമ്പോൾ തന്നെ അത് എന്തായി, പെർഫെക്റ്റ് ടെൻസിലോട്ട് വരണം. അപ്പൊ എങ്ങനെ കൊടുക്കണം എന്ന് അറിയോ? The mystery behind Sushant Singh's death
have been hovering around for 3 years. ഇപ്പോഴും ഹോവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് നടന്ന കാര്യം ഇപ്പോഴും ഹോവറിങ് ചെയ്തുകൊണ്ട് നടക്കുന്നു പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കണം. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിൻ്റെ ആ കിംവദന്തിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ഹാവ് ടു ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് കേട്ടോ. സ്റ്റിൽ ഹാവ് ബീൻ ഹോവറിങ് അറൗണ്ട് എന്ന് കൊടുക്കണം കേട്ടോ. എമിലെ LPG cylinder went off yesterday when fireman came. Fire had been put out by the neighbors. Great. Due to heavy rain, my home rerouted. Okay. It will be necessary to validate your mail to get provisional zoic documents. Great. PSC put on the provisional key. Put out allada published. Malu put out. Okay. Put on alla. The institution will give provisional online classes until offline starts. Great. The teacher validated my medical certificate. He started he started to work in a professional post for 6 months. Started to work. Keto Shahana. He validated his innocence before the court. Great. He was a professional person in her life. In the Barayli. Paraya. Temporary course nalatekulla paraya. Oru prashanamilla. Planting trees prevent erosion of soil. Illello. Avade oru prashanam undu Shaili. Planting trees. Appo planting aanu subject. Prevents വേണ്ടേ. ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വന്ന സബ്ജക്റ്റ് ജെറണ്ട് ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത് അല്ല അല്ലേ? അപ്പം അതുപോലെ പ്ലാന്റിംഗ് ട്രീസ് പ്രിവെൻസ് ഇറോഷൻ ഓഫ് സോയിൽ കൊടുക്കാം കേട്ടോ. ദ കമ്പനി എക്സ്റ്റെൻഡഡ് ടു ഗിവ് മോർ സർവീസസ് ടു എക്സ്റ്റെൻഡഡ് എന്ത്? കമ്പനി എക്സ്റ്റെൻഡഡ് എന്ത് അത് കൊടുക്കണം. Company extended money, company extended financial assistance, company extended the help, അങ്ങനെ support അങ്ങനെ കേട്ടോ. Don't erode much time on social media. മീഡിയയുടെ സ്പെല്ലിംഗ് മാറിപ്പോയല്ലോടാ. അരിക്കൊമ്പൻ professionally stays in a particular place. തൽക്കാലത്തേക്ക് അല്ലേ, അത് കുഴപ്പമില്ല, കറക്റ്റാ. We should take proper care to that machines to avoid erosion. Great. Hovering thoughts about his financial crisis or other than managing them made him turn off alla. Made his life a turn of the screw എന്ന് കൊടുക്കുക. Made his situation, made his life എന്ന് കൊടുക്കണം. Made him turn എന്ന് പറയുമ്പോൾ അത് പുള്ളിക്കാരനെ കൊണ്ട് ടേൺ ചെയ്യിപ്പിക്കുക അല്ല. ടേൺ അവിടുത്തെ നൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ടേൺ ഓഫ് ദ സ്ക്രൂ അല്ലേ? എ ടേൺ ഓഫ് ദ സ്ക്രൂ ആണ്. made his life a turn of the screw അങ്ങനെ കൊടുക്കണം കേട്ടോ. Swearing as a president എന്ന ഉദ്ദേശിച്ചേ. ഓ അങ്ങനെയാണോ? ഒന്നേ ഓക്കെ, അത് ഓക്കെ. അല്ല ഞാൻ പറയാം. സ്വേർ പാസ്റ്റ് ടെൻസ് swore ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കട്ടെ, മാറിയില്ലെങ്കിൽ ഞാനിപ്പോൾ ശരിയാക്കി തരാം. കേട്ടോ. V2 V3 swore തന്നെ. SWORE swore ആണ്. V3 ഫോർമുലേഷൻ ആണ് sworn. അപ്പോൾ sworn വരണമെങ്കിൽ ഹാസോ ഹാവോ ഹാഡോ അല്ലെങ്കിൽ ഈസോ ആമോ ഒക്കെ വരണം. അതായത് നമ്മുടെ പാസിവൈസേഷൻ അത് വരണം. അതാണ് ഞാൻ പറഞ്ഞത്. സ്വെയറിന്റെ പാസ്റ്റ് ടെൻസ് swore ആണ്. SWORE കേട്ടോ, ശ്രദ്ധിക്കണേ. At present, the interview board asked her to submit the professional certificate. That's great. His mentors, however, his memories, hover in my mind. All right. He suggested to validate the details before submission. Before getting original certificate, professional end. So, only professional key or professional certificate is needed for applying. Professional certificates are or professional certificate is. Certificate only is needed for applying the course. ലോട്ട്സ് ഓഫ് മെമ്മറീസ്. വെറും പ്രൊഫഷണൽ ഈസിന് കൊടുക്കരുത്, കാരണം പ്രൊഫഷണൽ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. വെറും അഡ്ജക്റ്റീവിന് നമുക്ക് വേർബ് കൊടുക്കാൻ പറ്റില്ല, നൗൺ കൊടുക്കണം. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. ലോട്ട്സ് ഓഫ് മെമ്മറീസ് ഹോവേർഡ് ഓൺ ഹിസ് മൈൻഡ് അല്ല, ഇൻ ഹിസ് മൈൻഡ്, അവൻ്റെ മനസ്സിൽ. ഇൻ ഹിസ് മൈൻഡ് ആഫ്റ്റർ ദ ജേർണി. ദ വാലിഡിറ്റി ഓഫ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇസ് ഫോർ 6 months only. Yeah. People think that a ghost is hovering in their area, especially Friday nights. In nights അല്ല, at nights. At Friday nights കേട്ടോ. നൈറ്റ് ആണെങ്കിൽ at ആണ്. മിഡ് നൈറ്റും ആഫ്റ്റർനൂണും അല്ല, നൂണും അറ്റ. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് പറയും. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. ഇറ്റ് വാസ് എൻ ഇംപ്രോംപ്റ്റു. ഇംപ്രോംപ്റ്റു എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്, ഫോറിൻ വേർഡാണ്. ഇംപ്രോംപ്റ്റു എന്ത്? It was an impromptu gesture. It was an impromptu function. And അങ്ങനെ എന്തോ ഒബ്ജക്റ്റ് വേണം കേട്ടോ. So of course it's an adjective. To extend the boundary with neighboring country. കേട്ടോ. Anyway, Rintu put out a new English book. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കേൾക്കുമ്പോൾ തന്നെ സന്തോഷമായിരുന്നു. Rintu needs to validate her actions. Of course I will. Okay, I will. The proper care and service as per schedule have to be done in the engine. Otherwise the parts can be rolled. That's great. He needs to validate himself as an adequate.
ആസ് എൻ അക്വിറ്റ് ഇല്ല, അക്വിറ്റ് ചെയ്യുക വേർബാണ്. അക്വിറ്റൽ പുറത്താക്കപ്പെടുക. അക്വിറ്റ് എന്ന് പറയുന്ന നൗൺ ഫോർമുലേഷൻ ഒരു വ്യക്തിനെ പറയാറില്ല. ആസ് എൻ അക്വിറ്റഡ് പേഴ്സൺ എന്ന് കൊടുത്തു, ആസ് ആൻ അക്വിറ്റഡ് വൺ എന്ന് കൊടുത്തു, അക്വിറ്റഡ് വൺ കൊടുത്തു, കൺവിക്റ്റഡ് വണ്ണും അക്വിറ്റഡ് വണ്ണും കൊടുത്തോ, അങ്ങനെ കൊടുത്തു. കൺവിക്റ്റ് പോലെ അക്വിറ്റ് എന്ന് ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ പറയാറില്ല കേട്ടോ. Shiny, he lost his professional certificate. All right, that's great. Horror movies hover us for few days. Hover around, hover in our mind എന്നോ അങ്ങനെ കൊടുക്കണം. Hover around us എന്ന് കൊടുത്തോ കേട്ടോ, അതാണ് കറക്റ്റ് വരിക കേട്ടോ ബിലാരി. അപ്പോൾ 40+ ആൾക്കാർ ലൈവിലുണ്ട്. ഇത്ര പേര് ലൈവിലുണ്ടായിട്ട് എന്താ പിള്ളേർ ഒരു ഉഷാറില്ലാത്ത, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇടുക. അതുപോലെ നിങ്ങൾ എന്താ ലൈക്ക് ഇടാത്ത, ഒരു സ്നേഹം ഇല്ലേ? ഇത്ര പേർക്ക് ഉണ്ടായിട്ട്, ഇത്ര പേരുണ്ടായിട്ട് ജാടയാണ് പിള്ളേർ. ഒരു ലൈക്ക് ഇടുക, ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്ക് നോക്കാം അടുത്ത വാക്കാണ് ഡിസ്കൺസേർട്ടിങ്. ഡിസ്കൺസേർട്ടിങ്ങിന്റെ അർത്ഥം ഡിസ്റ്റർബിങ് കേട്ടോ. ഡിസ്കൺസേർട്ടിങ്, പെർട്ടർബിങ്, അൺനർവിങ്, അൺസെറ്റ്ലിങ്. അഡ്ജക്റ്റീവ് ആണ്. പെർട്ടർബിങ് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ് പെർട്ടർബിങ് എന്ന് പറയുന്നത്. പെർട്ടർബിങ്, ഡിസ്കൺസേർട്ടിങ്, അൺനർവിങ്, ഡിസ്റ്റർബിങ് എന്നൊക്കെ പറയും. അതാണ് ഡിസ്കൺസേർട്ടിങ് നേച്ചർ എന്നൊക്കെ പറയാം. അടുത്ത ബെഗിങ്. ബെഗിങ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ബെഗിങ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ. നമ്മളൊരു കാര്യത്തിനെ ക്ലാസിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്തെടുക്കുക. റാങ്കിങ്, റെലിഗേറ്റിംഗ്, ഗ്രൂപ്പിംഗ്, അതാണ് ബെഗിങ്. ഫിനാൻസിലൊക്കെ നമ്മൾ ബെഗിങ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിൽ ഇതാണ് ക്ലാസിഫൈങ്, റാങ്കിങ്, റെലിഗേറ്റിംഗ്, ഗ്രൂപ്പിംഗ് എന്നൊക്കെ പറയും. ഓക്കെ. അടുത്ത ടെൻവസ്. ടെൻവസ് ടാസ്ക് ആണെന്നൊക്കെ പറയും. ടെൻവസ് ടാസ്ക് എന്ന് പറയുന്ന അർത്ഥം ടെൻവസ് ആ ടാസ്ക് പറയും സ്ലൈറ്റ് ആണ്. വലിയ സിഗ്നിഫിക്കൻ്റ് ആയ കാര്യമൊന്നുമല്ല. ഇൻസബ്സ്റ്റാൻഷ്യൽ, വലിയ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ വീക്ക് ആയിട്ടുള്ള, ഫ്ലിംസി ആയിട്ടുള്ള, നെഗ്ലിജിബിൾ ആയിട്ട് എന്തൊരു കാര്യമുള്ളൂ അല്ലേ, ടെൻവസ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അതാണ് ടെൻവസ് എന്ന് പറയുന്നത്. ടെൻവസ് അഡ്ജക്റ്റീവ് ആണ്, ഓർത്തണം. അടുത്ത വിൽഫുള്ളി. ഇന്നലെ നമ്മൾ വിൽഫുൾ കണ്ടായിരുന്നു, അഡ്ജക്റ്റീവ് അല്ലേ. വിൽഫുള്ളി അഡ്വേർബ് ആണ്. വിൽഫുള്ളി LY കണ്ടോ, അഡ്വേർബ് ആണ്. അപ്പോൾ വിൽഫുള്ളി എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ സഫിക്സ് ആയ വിൽഫുള്ളിയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഡെലിബറേറ്റ്ലി. ഇന്ന് നമ്മൾ പറഞ്ഞു വിൽഫുൾ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആണ്. അപ്പോൾ വിൽഫുള്ളി എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ്ലി, ഇന്റൻഷനലി അല്ലേ. ഇന്റൻഷണൽ അഡ്ജക്റ്റീവ്, ഇന്റൻഷനലി അഡ്വേർബ്. പ്രീമെഡിറ്റേറ്റീവ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, നേരത്തെ പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത സാധനമാണ് എന്നെ പ്രീമെഡിറ്റേറ്റീവ് എന്ന് പറയാം. അപ്പോൾ പ്രീമെഡിറ്റേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം. സോ ദാറ്റ് ഈസ് അഡ്വേർബ്. LY യൂസേജ്, അഡ്ജക്റ്റീവിനോട് LY ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും, അഡ്വേർബ് കിട്ടും എന്നുള്ള കാര്യം മറക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്. അടുത്ത നോക്കിയേ, അടുത്ത വാക്കാണ് എസ്പെനേജ്. എസ്പെനേജ്. എസ്പിനേജ് എന്ന് പറയുന്നത് ഒരു ആക്ട് ഒക്കെ ഉണ്ട് അല്ലെ, എസ്പിനേജ് ആക്ട് ഒക്കെ ഉണ്ട്. സോ എസ്പിനേജ് എന്ന് പറഞ്ഞാൽ സ്പൈങ് അല്ലെങ്കിൽ സർവൈലൻസ്, ഇൻഫിൽട്രേഷൻ. നമ്മൾ മറ്റൊരു രാജ്യത്തിലോട്ട് പോയി സ്പൈ ചെയ്യുന്ന പരിപാടി, സർവൈലൻസിന് പോകുന്നത്, ഇൻഫിൽട്രേഷൻ നടത്തുന്നത്, ലൈക്ക് കുത്തിക്കറങ്ങി പോവാം അല്ലെ. പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക്, അതുപോലെ തന്നെ ചൈന ഇങ്ങോട്ടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഇൻഫിൽട്രേഷൻ ഓർ സർവൈലൻസ്. അതിൻ്റെ അർത്ഥം അതാണ് നമ്മുടെ എസ്പിനേജ് എന്ന വാക്കിൻ്റെ അർത്ഥം. പഠിച്ചിട്ടുണ്ട്, പുതിയ വാക്കൊന്നുമല്ല. സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. നോക്കട്ടെ. The tiger expands its territory by spraying urine. എൻ്റെ പൊന്ന്, എൻ്റെ നിഖിലെനി കൊള്ളാം. His new research validated the professional use of, ഞാൻ ഇമാജിൻ ചെയ്ത് പെട്ടെന്ന്, അത് എനിക്കങ്ങനെ ഒരു സെൻസ് ഇട്ട് ഞാൻ പെട്ടെന്ന് ആ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യും. അതാണ് എൻ്റെ ഒരു മെമ്മറിയുടെ ഒരു പ്രത്യേകത, ബ്രെയിൻ്റെ ഒരു പ്രത്യേകത. Validated the professional use of biodegradable plates and spoons, thereby reducing the use of plastic. That's great, Swati. Tovino extends his acting to Hollywood. Yeah. Don't spend more time to validate your innocence to others. പിന്നല്ല അല്ലേ, നമ്മൾ എന്തിനാ നമ്മുടെ ഇത് മറ്റുള്ളവരോട് വാലിഡേറ്റ് ചെയ്യുന്നത് അല്ലേ. കറക്റ്റ്. The guide validated his project. Great. Provisional government tries to extend its territory for future needs. Great. His actions were disconcerting. All right. The news of the train tragedy disconcerting everyone. അവിടെ ഒരു കുഴപ്പമുണ്ട്. അവിടെ വെറും disconcerting കൊടുക്കരുത്. വെർബ് എവിടെ പോയി? വെർബ് is missing സോണിലെ. നമ്മുടെ വെർബ് is missing. The news of the train tragedy is disconcerting everyone, is disturbing everyone. കൊടുക്കുക കേട്ടോ. The news of the train tragedy is disturbing everyone എന്ന് കൊടുക്കുക കേട്ടോ. or was disturbing, past tense എങ്കിൽ past tense കൊടുത്തു, was കൊടുത്തോ. അപ്പോൾ അല്ലെങ്കിൽ സിംഗുലർ ഇത് കൊടുത്തു, ഈസോ കൊടുക്കുക, പ്രസന്റ് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഈസോ ആറോ അവിടെ വോസോ അവിടെ നിർബന്ധമാണ്. ബി ഫോർമുലേഷൻ നിർബന്ധം കേട്ടോ, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കാൻ പറ്റില്ല. വെർബ് അവിടെ ഇല്ലല്ലോ. Mentally pegged elements based on atomic number. That's great. The students' disconcerting activities disturbed teacher. Great. My relatives' disconcerting questions disturbs me. All right. Provoked me എന്നൊക്കെ പറയുന്നത്. That's great. ഒരു പ്രശ്നമുണ്ട്, എൻ്റെ റിലേറ്റീവിൻ്റെ ഡിസ്കൺസേർട്ടിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് അവിടെ ക്വസ്റ്റ്യൻസ് ആണ്, ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്ലൂറൽ വേർബ് കൊടുക്കണം. ഡിസ്റ്റർബ്സ് മീ അല്ല, ഡിസ്റ്റർബ് മീ എന്ന് കൊടുക്കണം. എസ് കട്ട് ചെയ്യട്ടോ. ലക്ഷ്മി, the player is sanctioned with a red card for deliberately tackling the opponent. Great. Espionage of AA cameras troubling the common people. AA cameras
വെറും ട്രബിളിങ്ങോ ആർ ട്രബിളിംഗ് അല്ലേ അല്ല ഈസ് ട്രബിളിംഗ് സോറി ആർ അല്ല ഈസ് എസ്പെനേജ് അല്ല സബ്ജക്ട് അപ്പോൾ ഈസ് കൊടുക്കാം ദ എസ്പെനേജ് ഓഫ് എ ക്യാമറാസ് ഈസ് ട്രബിളിംഗ് ദ കോമൺ പീപ്പിൾ എന്ന് കൊടുക്കട്ടോ he left his parents willfully right that was a disconcerting incident all right agent Tina is on an espionage mission for keeping an eye on the perpetrators great the driver willfully made the accidents to kill his passengers all right his behavior disconcerts me that's great all right അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാലോ മൂവിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് അറേഞ്ച് ചെയ്യുക അവിടെ എത്തിയായിരുന്നു എത്തിയായിരുന്നു അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്യുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് ഇൻഡിക്റ്റ് ചെയ്യാം പ്രോസിക്യൂട്ട് ചെയ്യാം പുട്ട് ഓൺ ട്രയൽ അല്ലെങ്കിൽ സൂ ചെയ്യാം ഒരാളുടെ ഇൻഡിക്മെൻറ്റ് ഇപ്പോൾ ഇൻഡിക്മെൻറ്റ് എന്ന് ഞാനുള്ളൊരു വാക്കിവിടെ ഞാൻ വിട്ടുപോയത് ഞാൻ എഴുതിയായിരുന്നു പക്ഷേ അത് പിന്നെ റബ്ബ് ചെയ്ത് ഞാൻ റബ്ബ് ചെയ്ത് വേറെ വാക്കിട്ടു തോന്നുന്നു ഞാൻ മറന്നുപോയത് ഇപ്പോഴൊന്ന് നോക്കിയ ബാക്കിലേക്ക് ഒരു വാക്കുകൂടെ ഉണ്ടായിരുന്നില്ല അത് വിട്ടുപോയി ഞാൻ അപ്പോഴെന്നോടത്തെ ഒരു വാക്ക് ഞാൻ വിട്ടുപോയി അതെച്ചാൽ ആ വാക്കിതായിരുന്നു ഇൻഡിക്മെൻറ്റ് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള വാക്ക് ഇൻഡിക്റ്റ് ചെയ്യുക എന്നതിൻ്റെ നോൺ ഫോർമുലേഷനാണ് ഇൻഡിക്മെൻറ്റ് ആ ഒരു വാക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അർത്ഥം ഇതാണേ അത് നിങ്ങളൊന്ന് എഴുതിക്കോണേ ഇൻഡിക്മെൻറ്റ് എന്ന വാക്ക് ഇൻഡിക്മെൻറ്റ് നൗണ് അതിൻ്റെ വേർബാണ് ഇൻഡിക്റ്റ് ചെയ്യാം അപ്പോൾ ഇൻഡിക്മെൻറ്റ് നൗണിന് നിങ്ങൾ എന്ത് കിട്ടും അറൈൻമെൻറ്റ് ഇൻഡിക്മെൻറ്റ് മീനിങ് പ്രോസിക്യൂഷൻ സൂ നൗണും കൊണ്ട് വേർബും ഉണ്ട് അപ്പോൾ സെയിം സാധനമാണ് അറൈൻ വേർബാണ് അറൈൻമെൻറ്റ് അതിൻ്റെ നൗൺ ഫോർമുലേഷനാണ് കേട്ടോ അറൈൻമെൻറ്റ് ഇൻഡിക്മെൻറ്റ് പോലെ അത് നോട്ട് വെച്ചാണ് നമ്മൾ കോർട്ട് വിളിച്ച ഒരാളെ കോർട്ട് ഒരു ആളെ ട്രയൽ ചെയ്യില്ലേ ട്രയൽ ചെയ്യുന്നു വിധിക്കുന്നു ആ പുട്ട് ഓൺ ട്രയലില്ലേ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം അറൈൻമെൻറ്റ് എന്ന് വിളിക്കുക ഇൻഡിക്മെൻറ്റ് എന്ന് വിളിക്കുക പ്രോസിക്യൂഷൻ എന്ന് വിളിക്കുക അല്ലേ പുട്ടിങ് ഓൺ ട്രയൽ എന്ന് ജെറണ്ട് പറയുകയാണെങ്കിൽ സൂ ചെയ്യുക അല്ലേ സൂ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ വേർബായിട്ട് അറൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിക്റ്റ് ചെയ്യുക പ്രോസിക്യൂട്ട് ചെയ്യുക പുട്ട് ഓൺ ട്രയൽ അല്ലെങ്കിൽ സൂ ചെയ്യുക അടുത്ത ഫെലനി കേട്ട് പരിചയമുണ്ടായിരിക്കില്ല ഇറ്റ്സ് എ ഫെലനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം ഇറ്റ്സ് എ മിസ്കോണ്ടക്ട് ഇറ്റ്സ് എൻ ഒഫൻസ് ഇറ്റ്സ് എ ട്രാൻസ്ഗ്രഷൻ ഫെലനി എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലേ നീ ചെയ്ത തവർ ശിവകാമി ആ തവർ അതാണ് ഫെലനി ഓർത്തണം പഠിച്ചിട്ടുണ്ട് ഫെലനി യൂഷ്വലി നമ്മൾ US ഇംഗ്ലീഷിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫെലനി ഓക്കെ അല്ലാതെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഒഫൻസും ക്രൈമും ഒക്കെയാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ അടുത്ത അലജഡ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അലജഡ്ലി പിന്നെയും ഞാൻ പറയാണ് LY വാക്ക് വന്നിട്ടുണ്ട് സോ ദാറ്റ് ഇസ് അഡ്വേർബ് അഡ്ജക്റ്റീവിൻ്റെ LY ഇട്ട് അലജഡ് എന്നതിലൂടെ LY ഇട്ട് അഡ്വേർബ് റിപ്പോർട്ടഡ്ലി സപ്പോസിഡ്ലി പെർപ്പറ്റഡ്ലി റെപ്യൂട്ടഡ്ലി അല്ലെങ്കിൽ ഒസ്റ്റൻസിബിളി എന്നൊക്കെ പറയുന്ന വാക്കാണ് അലജഡ്ലി കേട്ട് പരിചയമായി മടുത്ത വാക്കാണ് അടുത്ത പെർട്ടെയിൻ ചെയ്യുക വേർബാണ് കൺസേൺ ചെയ്യുക അഫക്റ്റ് ചെയ്യുക റിഗാർഡ് ചെയ്യുക അതുപോലെ തന്നെ പെർട്ടെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തോട്ട് വരുന്നത് എക്സിസ്റ്റ് ചെയ്യുക പ്രിവെയിൽ ചെയ്യുക സംഭവിക്കുക ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുക പ്രിവെയിൽ ചെയ്യുക അതിനെയും നമ്മൾ എന്ത് പറയാം പെർട്ടെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പെർട്ടെയിൻ ചെയ്യുന്ന രണ്ടർത്ഥമുണ്ട് പെർട്ടെയിൻ ടു സംതിങ് ഇറ്റ് പെർട്ടെയിൻസ് ടു മൈ കരിയർ ഇറ്റ് ഇസ് കൺസേൺഡ് വിത്ത് മൈ കരിയർ ഇറ്റ് അഫക്ട്സ് മൈ കരിയർ അത് എൻ്റെ കരിയറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഇറ്റ് പെർട്ടെയിൻസ് ടു മൈ കരിയർ നീ എന്തിനാ ഇതിനെപ്പറ്റി ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കുന്നതിന് I have to because it pertains to my career എന്ന് പറഞ്ഞാൽ അതെന്നെ അഫക്റ്റ് ചെയ്യും ബിക്കോസ് അതെൻ്റെ എന്താണ് എൻ്റെ കരിയറിനെ സംബന്ധിച്ച കാര്യമാണ് ഇറ്റ് കൺസേൺസ് വിത്ത് മൈ കരിയർ എന്ന് പറയും ആ സാധനമാണ് പെർട്ടെയിൻ എന്ന വേർബ് ഓർത്ത് വെച്ചത് എന്നാൽ അതേ സമയത്ത് പെർട്ടെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുക ലൈക്ക് ദ വോർ പെർട്ടെയിൻസ് എന്ന് പറയുന്ന അർത്ഥം വോർ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് രണ്ട് മീനിങ് ഉണ്ട് രണ്ട് യൂസേജ് ആണ് രണ്ട് അർത്ഥങ്ങളാണ് ഓർത്ത് വെച്ചോളൂ അടുത്ത ഹോൾഡ് നൗൺ ഉണ്ട് വേർബ് ഉണ്ട് നമ്മളൊരു കാര്യം പൂഴ്ത്തി വെക്കുന്നതിന് ആണ് നമ്മൾ ഹോൾഡ് എന്ന് പറയാം സ്റ്റോക്ക് പൈൽ അല്ലെങ്കിൽ കളക്ഷൻ അതിനാണ് നമ്മൾ ഹോൾഡ് എന്ന് പറയാം അപ്പോൾ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മൾ ഈ റേഷൻ ഷോപ്പിലൊക്കെ പോകുമ്പോഴേ അരിയൊക്കെ ബ്ലാക്കിൽ വെക്കാൻ വേണ്ടി അവർ പൂഴ്ത്തി വെക്കും കൊടുക്കില്ല ആൾക്കാർക്ക് ഇത്തവണ ഇത് വന്നിട്ടില്ല കേട്ടോ ഇത്തവണ അത് വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയും ഗോതമ്പൊന്നും ഇത്തവണ ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇത്തവണ ഇന്ന അരിയൊന്നും വന്നിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ പഞ്ചസാര അങ്ങനെ പല കാര്യങ്ങളും അവരെന്താ പൂഴ്ത്തി വെക്കും അതിനാണ് ഹോൾഡ് ചെയ്യാൻ ഹോർഡഡ് ഷുഗർ കേട്ടുണ്ടായിരിക്കും പത്രത്തിലൊക്കെ വലിയ ടൈറ്റിലൊക്കെ വരും ഹോർഡഡ് ഷുഗർ ഹോർഡഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് വരും അത് പൂഴ്ത്തി വെച്ച ഇത് ഗുഡ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സീൽ ചെയ്തെടുത്തുകൊണ്ട് പോലീസൊക്കെ കൊണ്ടുവന്നത് അതോറിറ്റീസൊക്കെ ഫുഡ് അതോറിറ്റീസൊക്കെ വന്ന് കൊണ്ടുവന്നൊക്കെ പരിപാടി കണ്ടിട്ടുണ്ട് അതിന് ഹോൾഡ് ചെയ്യുക അക്യുമുലേറ്റ് ചെയ്യുക അമാസ് ചെയ്യുക എന്നൊക്കെയാണ് വേർബിൻ്റെ മീനിങ് നൗണും സെയിം സാധനം തന്നെ സെയിം യൂസേജ് ആണ് നൗൺ ആൻഡ് വേർബായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഹോൾഡ് എന്ന വാക്ക് കേട്ടോ ഓർത്തോളം ലെറ്റ് മീ സീ യുവർ സെന്റൻസസ് അഗൈൻ the pegging of the company raised by the judges is in the new census okay the relatives പറഞ്ഞു okay the relatives willfully asked about the job to hurt him all right you should pegging students you should peg students based on the marks കേട്ടോ
You should pegging alla, you should peg എന്ന് കൊടുക്കണം. Pegging അല്ല കേട്ടോ. Should കഴിഞ്ഞിട്ട് എങ്ങനെ V4 വരുന്നത് ഷൈനി? നമ്മൾ പറഞ്ഞോളൂ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം V1 കേട്ടോ. The murder was a willful act. Great. His willful decision made a great impact on the company. Great. He willfully took the medicine which had a tenuous sedation. All right. It's quite disconcerting for the fans that their players lost the courage in the match against rivalry team. Rivalry team allada vinuve. Rival team. കേട്ടോ. Rival team. The tenuous mistake of the authorities resulted in resentment among the public. All right. In the acknowledgement of the project, the student mentioned the tenuous effort of his senior. Great. നിങ്ങളുടെ സെന്റൻസ് ഒന്നും ഞാൻ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും വിട്ടുപോയിട്ടില്ല. Okay. Pegging of plants and animals in separate phyla is a difficult task. All right. Unnerving conflict between Russia and Ukraine is considered to be the sign of World War. Yeah. The court made the arraignment of him on yesterday. On yesterday അല്ല, വെറും yesterday. Yesterdayയുടെ മുൻപിൽ അഡ്വേർബിന് മുമ്പിൽ ഒരിക്കലും പ്രൊപ്പോസിഷൻ കൊടുക്കരുത്. പ്രൊപ്പോസിഷൻ എന്തിനു മുമ്പിലാണ് കൊടുക്കുന്നത്? നൗണിന് മുൻപിൽ കേട്ടോ. അപ്പോൾ ഷഹാന ആ ഓണം കട്ട് ചെയ്തേ, അത് കൃത്യമായിട്ട് നമ്മൾ അഡ്വേർബിന്റെ ചാപ്റ്റർ പഠിക്കുന്നതാണ്. ഒരു അഡ്വേർബിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടായിട്ട് പ്രൊപ്പോസിഷൻ ഇട്ട് കൊടുക്കല്ലേ കേട്ടോ. ദാറ്റ്സ് റോങ് യൂസേജ്. The court made the arraignment of him yesterday. The corrupted officer deliberately committed the crime. All right. He didn't retain his colleagues. All right. He didn't pertain to his colleagues. അതല്ലേ വേണ്ടേ? His felony leads to arraignment of him. All right. Allegedly, the assailants are arrested by the police for hoarding the commodities, and the court sentenced that they are not feeling guilty with the felony. All right. The culprit was arraigned in the court. All right. I think the action that I made yesterday was disconcerting. Okay. He willfully drives the car carelessly. Okay. The writ prohibition is issued by the court to stop wrong indictment. Court ne T missing aana typo ആയിരിക്കും അല്ലേ? But I didn't make it deliberately. Oh, ഇന്നലത്തെ കാര്യം എന്താ ഇന്നലെ പറ്റിയ? ഇന്നലെ എന്താ നീ പറ്റിയ? എന്താണ് നീ ചെയ്തേ? The espionage of the A cameras will detect the passengers who violates the traffic rules and regulations. Who violates അല്ലടാ, ഹൂവിന്റെ തൊട്ട് മുമ്പ് പാസഞ്ചേഴ്സ് അല്ലേ, അപ്പൊ പ്ലൂറൽ അല്ലേ, അപ്പൊ ഹു വയലേറ്റ് എന്ന് കൊടുക്കണം. ഹു വയലേറ്റ്സ് അല്ല, ഹു വയലേറ്റ് കൊടുക്കണം കേട്ടോ അല്ലേ, ഹൂവിന് മുമ്പ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, റിലേറ്റീവ് പ്രൊനൗണിന്റെ തൊട്ട് മുമ്പുള്ള ആന്റിസിഡന്റ് അനുസരിച്ചാണ് വെർബ് കൊടുക്കുക. കൊറോണ വൈറസ് പെർട്ടൈൻഡ് മെനി പീപ്പിൾ. പെർട്ടൈൻ എന്ന് പറഞ്ഞാൽ affected അല്ലേ, pertain to അവിടെ to ആണ് അലീന. Pardon my French, I'm not pertained with അല്ല, I'm not pertained to the aftermath. I'm not pertained to the aftermath of using vituperative language in the public place. That's great. The postmaster was carrying a hoard of letters. All right. Hoarding of commodities is not tenuous in the current scenario. All right. Vegetable hoarding is paving the way for escalating the vegetable price. Yes, I pertain to my future. All right, that's great. I'm concerned about I'm concerned with അല്ലേ. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സെറ്റ്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സെറ്റിലോട്ട് പോവാണ്. അപ്പോൾ CHSLന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ബാച്ച് ആണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തതെന്ന് അറിഞ്ഞാണുമായിരിക്കും. ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2400 രൂപയാണ് ഒരു കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതുവരെ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നലെ പഠിച്ചു തുടങ്ങാം, നാളത്തേക്ക് വേണ്ടി വെച്ചേക്കരുത്. സോ പഠിച്ചു തുടങ്ങാം. ആൻഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കോഡ് അപ്ലൈ ചെയ്താൽ മതി, Y314 എന്ന കോഡ്. അതുപോലെ IBPS RRBയുടെ PO ക്ലർക്ക് ബാച്ച് നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2150 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റ് ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ട്, ലീസ്റ്റ് അല്ല, ലീസ്റ്റ് ഒട്ടും ഇല്ലെന്നല്ല അർത്ഥം, അല്ല, ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ട്. സോ സോറി ഫോർ ദാറ്റ്. അടുത്ത RRB റെയിൽവേയുടെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ 31-ാം തീയതി ക്ലാസ് തുടങ്ങിയതാണ് ഈ മാസം. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ 2200 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈലബിൾ ആണ്. പഠിച്ചു പോവുക. നമ്മൾ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ട് ലോങ് ടേം ആയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ച് ഉഷാറായിട്ട് പോവാം കേട്ടോ. കോഡ് മറക്കണ്ട, Y314 Y314. നമ്മുടെ ലാസ്റ്റ് സെറ്റ് കുറച്ചധികം വേർഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാ പഠിച്ചു. എയ്ഡ്. എയ്ഡ് പറയുമ്പോൾ ഓർത്തോണം, ഇത് നൗൺ എയ്ഡ് ആണ്. അല്ലാതെ നമുക്കൊരു എയ്ഡ് അറിയാം. ആ എയ്ഡ് നൗൺ ഉണ്ട്, വേർബും ഉണ്ട്. ഐ ഡോണ്ട് വോണ്ട് യുവർ എയ്ഡ് എനിമോർ. ഈ എയ്ഡ് അത് നൗണും ആണ്, വേർബും ആണ്. പക്ഷെ ആ എയ്ഡിന്റെ അർത്ഥം ഇസ് ഡിഫറെന്റ് കേട്ടോ. ഈ എയ്ഡും ആ എയ്ഡും തമ്മിൽ നല്ല അന്തരമുണ്ട്. അതെന്താ വെച്ചാൽ ഈ എയ്ഡ്, ഈ AID എയ്ഡ് എന്ന് പറഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, അസിസ്റ്റൻസ്. ഹെൽപ്പ് എന്ന് പറയുന്നില്ല, ഞാൻ അസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ്. നൗൺ ആയിട്ട് വരുമ്പോൾ സഹായം, അസിസ്റ്റൻസ് എന്ന നൗണിലാണ്. വേർബ് ആയിട്ട് വരുമ്പോൾ ക്യാൻ യു എയ്ഡ് മീ ത്രൂ മൈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാമോ, ഹെൽപ്പ് ചെയ്യാമോ, ഹെൽപ്പ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക എന്ന വേർബ് ഉണ്ട്.
അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എയ്ഡ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് എന്ന നൗണ്, ഹെൽപ്പ് ചെയ്യുക എന്ന വേർബുമാണ്. എന്നാൽ ഈ എയ്ഡ്, AID എയ്ഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി ആരോ അവർ, അസിസ്റ്റന്റ്, ഹെൽപ്പർ, അഡ്വൈസർ, കമ്പാനിയൻ, അതാണ് ഈ എയ്ഡ്. അത് നൗൺ എയ്ഡാണ്, മറന്നുകൊണ്ട്. മറ്റേ എയ്ഡ് പക്ഷെ ഒരു വ്യക്തിയാണ്, ആ എയ്ഡ് DE വന്ന വ്യക്തിയാട്ടോ, ശ്രദ്ധിച്ചോളാം. അപ്പം ഈ ഡിഫറൻസ് എപ്പോഴും ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഈ ഇല്ലാത്ത എയ്ഡാണ് നമ്മുടെ നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുന്ന സഹായം ആൻഡ് സഹായിക്കുക. ബട്ട് ഈ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയെ പറയുന്നവരാണ്, അസിസ്റ്റന്റ്, ഹെൽപ്പർ, അഡ്വൈസർ, കമ്പാനിയൻ. അടുത്ത കൾപ്പബിലിറ്റി. കൾപ്പബിലിറ്റി എന്ന് പറയുന്നത് ഗിൽറ്റ്, കുറ്റബോധം ഇല്ലേ, തെറ്റ് ചെയ്ത ആ ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ കൾപ്പബിലിറ്റി എന്ന് പറയാം. കൾപ്പബിൾ ആണ് റെസ്പോൺസിബിൾ, ലയബിൾ അല്ലേ, കൾപ്പബിൾ ആണ് അഡ്ജക്റ്റീവ്, കൾപ്പബിൾ അഡ്ജക്റ്റീവ്, കൾപ്പബിലിറ്റി നൗൺ. TY വാക്ക് അല്ലേ, TY വാക്ക് വരുമ്പോൾ അറിയാലോ അത് നൗൺ ആണ്, സഫിക്സാ TY വാക്ക്. സിൻസിയറിറ്റി പോലെ അഡ്ജക്റ്റീവിനോടൊക്കെ TY ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, കൾപ്പബിലിറ്റി, അതുപോലെ സിൻസിയറിറ്റി ഒക്കെ സാധനം. അപ്പം ഗിൽറ്റ്, ബ്ലെയിം, ഫോൾട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ കൾപ്പബിൾ എന്ന് പറഞ്ഞാൽ ലയബിൾ, റെസ്പോൺസിബിൾ, അക്കൗണ്ടബിൾ എന്നൊക്കെ പറയില്ലേ, അതാണ് കൾപ്പബിൾ. ഓക്കെ. അടുത്ത വിറ്റിയേറ്റ് ചെയ്യുക. വിറ്റിയേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വിറ്റിയേറ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥം സ്പോയിൽ ചെയ്യുക, നശിപ്പിക്കുക, ഇമ്പയർ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, ഡിബേസ് ചെയ്യുക, കറപ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വിറ്റിയേറ്റ്. അടുത്ത ഡാംപൻ. ഡാംപൻ ചെയ്യാൻ പറഞ്ഞാൽ ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക. അപ്പോൾ വേറെ ഒരിടത്തൊരു ഡാംപൻ ഉണ്ട്, മോയ്സ്റ്റൻ ചെയ്യുക, വെറ്റ് ചെയ്യുക. പഠിച്ചിട്ടുള്ളതാണ്, പുതിയതൊന്നുമല്ല വാക്ക്. പിന്നെ ബിഹോവ്. ബിഹോവ് കുറേ ആയി ഇപ്പോൾ പഠിച്ചിട്ട്. ബിഹോവിൻ്റെ അർത്ഥം ബിഫിറ്റ്, അത് അതിനോട് ചേർന്ന് യോജിച്ച് പോകും, സൂട്ട് ചെയ്യുക. ബി പ്രോപ്പർ ഫോർ അല്ലെങ്കിൽ ബി റിക്വയർഡ് ഓഫ്, എന്താണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്, പ്രോപ്പറായിട്ട് എന്താ അതിൻ്റെ കൂടെ വേണ്ട, അപ്രോപ്രിയേറ്റ് ആയിട്ട്, അതിനാണ് ബിഹോവ് ചെയ്യുക പറയാം. ബിഫിറ്റ് ചെയ്യുക, സൂട്ട് ചെയ്യുക എന്നൊക്കെ പറയും, അതാണ് ബിഹോവ് കേട്ടോ. The farmers hoarded the grains in the granary. All right. The indictment of the spaceship ended in a fiasco. The court allegedly claims that there is no evidence to prove the felony of the culprit. That's great. He did the brutal felony. Okay. He did the brutal felony. He committed the brutal felony. That's the best usage. Committed the crime, committed the felony. Did tell. Gender discrimination is a social stigma pertaining in our society, existing. Yes. The drunkard's actions. Drunkards are. Why in drunkards? Why വേണ്ട, ഓസ് അല്ല, വേറല്ലേ സ്വാതി, കാര്യം ആക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ, അപ്പോൾ വേറെ കൊടുക്കണ്ടേ, വേർ അലജഡ്ലി ഡിസ്റ്റർബിംഗ് ദ നെയ്ബേഴ്സ് കേട്ടോ. ദ കാറ്റലിസ്റ്റ് എയ്ഡ്സ് ഇൻ ഓൾട്ടറിംഗ് ദ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. കൺസേൺ നൗൺ ആണ്, വേർബാണെന്നോ? കൺസേൺ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. കൺസേൺ നൗൺ ഉണ്ട്, വേർബുണ്ട്. പക്ഷേ ഇവിടെ കൺസേൺ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് കൺസേൺ അതല്ലേ നീ ഉദ്ദേശിച്ച നേരത്തെ കൊടുത്ത കൺസേൺ. ആ കൺസേൺ വേർബ് കൺസേൺ, പെർട്ടൈൻഡ് അല്ലേ, അത് വേർബ് കൺസേൺ. കൺസേൺ നൗൺ ഉണ്ട്, പക്ഷേ കൺസേൺ വേർബും ഉണ്ട് കേട്ടോ. കൺസേൺ ചെയ്യുക. ദ shopkeepers hoarded commodities due to the uptick in the price in future. All right. He's my aid in every difficult situation. He's my companion അല്ലേ. മിസ്സേ ഇന്ന് എന്നാ പറ്റി, ഇന്ന് ഗ്ലൂമി ആണല്ലോ. ആണോ, ഗ്ലൂമി ആണോ ഇന്ന്? എന്നാ പറ്റിയാവോ? എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം കിടപ്പുണ്ടാവോ? എന്താ അറിയാൻ പറ്റി? അറിയില്ല കേട്ടോ, സത്യമായിട്ട് അറിയില്ല. The aid rendered by the aid is commendable. That's great. The manager appointed a new aid for doing data entry works അല്ല, data entry work. ജോലി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. ലക്ഷ്മി, the manager appointed a new aid for doing data entry work. കേട്ടോ, he is my best aid. That's great. Anthony is a best aid to Mohanlal. That's great. He was euthanized to dampen his sufferings. All right. His aid was culpable for dampening all the mess in the office. All right. They vitiate the property deliberately. Okay. Not attending Rintu's classes of felony. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. എന്ത് നീ കൊള്ളാലോ, അനന്ത് എൻ്റെ ഫാനാണോ? എന്തു എനിക്ക് കേട്ടൊരു എന്താ പറയുക, കേട്ടനേ, അങ്ങനെയൊന്നും പറയല്ലേ. ആൾക്കാരെ വല്ല വിചാരിക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നീ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നു. വേണ്ട, അത് വേണ്ട. You are culpable for vitiating his future. That's great. The culpability of his friends made sad. Made ആരെ sad? Made me sad. അങ്ങനെ അല്ലേ. മെയ്ഡ് എന്ന വേർബിന് ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും വേണം കേട്ടോ. ഓക്കെ, അപ്പം എന്നെ കൊടുക്കണമെന്നറിയോ? അത്ര ദ കൾപ്പബിലിറ്റി ഓഫ് ഫ്രണ്ട്സ് മെയ്ഡ് ഹിം സാഡ് അല്ലെ, അവനെ സങ്കടപ്പെടുത്തിയല്ലോ, അപ്പോൾ മെയ്ഡ് ഹിം കൊടുക്കുക കേട്ടോ. വെൻ ദ മെയിൻ പ്ലാൻ വിറ്റേറ്റ്സ് ദ പ്രൊഫസർ ഓൾവേസ് ബി റെഡി. When the main plan vitiates, the professor is always ready with the alternate. B അവിടെ ഇല്ല, ബി അല്ല. ബി നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത് വിനുവേ? ഞാനിപ്പോൾ നിന്നോട് പറയാം, വിനു ബി റെഡി ഫോർ ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെഡി ആയിട്ടിരുന്നു, അത് കൊടുക്കാം. അതായത് ഞാനൊരു ലൈക്ക് സജഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ലൈക്ക് ഇമ്പെററ്റീവ് സെൻ ലൈക്ക് എൻ ഇമ്പെററ്റീവ്. ഇത് ഇമ്പെററ്റീവ് അല്ലല്ലോ. അപ്പോൾ എപ്പോഴൊക്കെ മെയിൻ പ്ലാൻ വിറ്റിയേറ്റ് ചെയ്താലോ
നാശമായാലും പ്രൊഫസർ പുതിയൊരു പ്ലാനുമായിട്ട് വരും. അപ്പം അത് ഈസ് കൊടുക്കാം കേട്ടോ. പ്രൊഫസർ ഈസ് ഓൾവേസ് റെഡി വിത്ത് alternative one കൊടുക്കാം കേട്ടോ. ദ ബേബി വിറ്റിയേറ്റ് അല്ല, ദ ബേബി വിറ്റിയേറ്റ്സ്. അവിടെ സിംഗുലർ കൊടുക്കണം കേട്ടോ ലക്ഷ്മി. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ലക്ഷ്മി ഒന്ന് ശ്രദ്ധിക്കണേ. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബ് സിംഗുലറും സബ്ജക്ട് പ്ലൂറലാകുമ്പോൾ വെർബ് പ്ലൂറലും കൊടുക്കണം. അത് വളരെ ബേസിക്സ് ആട്ടോ ലക്ഷ്മി. ലക്ഷ്മിയുടെ ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഗ്രാമറിൽ എനിക്ക് ഫീൽ ചെയ്തതാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെ കോൺകോഡ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണത്, അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെന്തായി? Okay. The cat vitiated the books in the shelf. All right. Anambechi behoves for. Oh, Inambechi. Oh God. മലയാളത്തിൽ നീ വന്നത് എന്താ എനിക്ക് മനസ്സിലായ സാധനം. Inambechi behoves for മരപ്പട്ടി. എൻ്റെ പൊന്നടാ കൊള്ളാം. My husband gave aid in my difficult situation. That's great. The unwanted comments and encouragements of Shaji dampened the courage of Umesh. അതുകൊള്ളാം. അത് എനിക്കിട്ടാണല്ലോടാ. അത് എനിക്കറിയാം. പിന്നെ നീ എനിക്കിട്ട് കൊട്ടിയതാ. അരിക്കൊമ്പൻ and ചക്കക്കൊമ്പൻ behoves each other. All right. Don't vitiate your life. Anyway, he will be appointed the aid of the management. That's great. Okay. The boss recruited one more aide to carry out the big task. That's great. Manager, okay. Of the manager. Okay, that's great. Fire vitiated the entire forest. Okay, all right, that's great. അപ്പോൾ ക്ലിയർ ആണല്ലോ. ദീസ് ആർ ദ വേർഡ്സ് പീപ്പിൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വൊക്കാബുലറി സെറ്റ്. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിച്ചു അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. ദ ആൻസൈറ്റി ഡാമ്പൻഡ് ഹിസ് വെറും ആൻസൈറ്റി. ദ ആൻസൈറ്റി ഒരിക്കലും കൊടുക്കില്ല കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺ ഒരിക്കലും നമ്മൾ ദ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും കൊടുക്കില്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിളും കൊടുക്കില്ല കേട്ടോ. സ്റ്റഹാന ദ ആൻസൈറ്റി ഇല്ല, വെറും ആൻസൈറ്റി ഡാമ്പൻഡ് ഹിസ് സ്ലീപ്പ് കേട്ടോ. His new suit behove to him perfectly. That's great. It is my culpability to arrange things properly. ഒരു കാര്യം പറയാം, ബിഹോവ് എന്ന് പറയുന്നത് ഫോമൽ വേർഡാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോമൽ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ബിഹോവ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോണ്ട്, ഇത് ഫോമൽ വേർഡാണ് ബിഹോവ്. ഓക്കെ, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇറ്റ്സ് മൈ കൾപ്പബിലിറ്റി ടു അറേഞ്ച് തിങ്സ് പ്രോപ്പർലി. അങ്ങനെ തോന്നി അത് യാഥാസ്ഥിതികമാണ് മിസ്. എടാ എനിക്ക് നിന്നെ അറിയാം, നിന്നെ എനിക്ക് എൻ്റെ കൈവിരലിലെ രേഖ പോലെ അറിയാം. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. എനിക്ക് നിന്നെ വേറെ ആരുടെ കാര്യത്തിൽ ഞാൻ പറയില്ല, നീ എന്നുള്ള ആളെ എനിക്ക് വ്യക്തി നന്നായിട്ട്. അതുകൊണ്ട് നീ അങ്ങനെ എന്നോട് പറയില്ലേ വിനുവൻ, അങ്ങനെ നീ എന്നോട് പറയില്ലേ. ബട്ട് ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകും. വളരെ സിമ്പിളായ വളരെ ഷോർട്ട് റീഡ് ആർട്ടിക്കിളാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഇൻഫ്ലേഷൻ, വിലകയറ്റം വളരെയായിട്ട് കൂടുകയാണ്. പാവപ്പെട്ടവർ ഒരുപാട് അഫക്റ്റ് ചെയ്യാണ്. അതെന്തിനൊക്കെയാണ് വിലകയറ്റം കൂടുന്നത്, അത് എത്രമാത്രം പാവപ്പെട്ടവരുടെ പർച്ചേസിംഗ് പവറിനെ കുറയ്ക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അത് ഭയങ്കര അങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെയാണ് ഇന്ന് ഓത്തർ പറഞ്ഞത്. ഇറ്റ്സ് എ പ്യോർലി അനലിറ്റിക്കൽ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ്സ് an important one as well. അപ്പോൾ നമുക്ക് നോക്കാം. ബേസ് ബൂസ്റ്റ് കൊടുക്കണം അല്ലേ? നമ്മൾ ബൂസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കുടിക്കുന്ന ബൂസ്റ്റ് അല്ലാത്ത മറ്റേ ബൂസ്റ്റ്. മോട്ടിവേഷൻ അല്ലെ എൻകറേജ്മെന്റ് കൊടുക്കേണ്ടത് എവിടുന്ന? താഴേന്ന് അല്ലെ? ബേസ് ഫൗണ്ടേഷൻ സെറ്റ് ആയില്ലെങ്കിൽ മൊത്തം പോയി അല്ലേ? ബേസ് ബൂസ്റ്റ് നമുക്ക് നോക്കാം. Inflation should not be allowed to erode എന്നാണ് ഡിസ്ട്രോയ് ചെയ്യുക അല്ലേ? The purchasing power of the poor. പാവപ്പെട്ടവരുടെ പർച്ചേസിംഗ് പവർ ഒരിക്കലും ഇറോഡ് ചെയ്യാൻ എന്ത് കാരണമാവരുത്? ഇൻഫ്ലേഷൻ ഒരു കാരണമാവരുത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഹിസ് പൊളിറ്റിക്സ് ബിഹോവ് ഫോർ കേരളയോ? എടാ പൊളിറ്റിക്സ് സിംഗുലർ അല്ലേ? അപ്പൊ ബിഹോവ്സ് കൊടുക്കുക. ബിഹോവ്സ് ഫോർ കേരള കൊടുക്കുക കേട്ടോ. Oh, his politics are plural. Yes, plural. His politics never do. Yes. He allegedly made the mistakes. That's great. Never imitate your behavior. He always dampens me in my difficult situation. Great. Moving on, people. നമ്മൾ സെറ്റ് ഇത് പോവാണ്, ആർട്ടിക്കിളോട്ട് പോകണം. ഇനി വേർഡ്സ് അത് കഴിഞ്ഞിട്ട് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ശ്രദ്ധിക്കാട്ടോ ഇവിടെ. The pace of retail inflation slowed to a 25-month low of 4.25 in May. മെയിൽ കുറഞ്ഞു. Propelled largely by the elevated level of year-on-year price gains in May 2022. Okay, when the month's print had extended 7%. Headline inflation extended its decelerating trend for a fourth month. അങ്ങനെ ഡിസ്ലൈറ്റിംഗ് ട്രെൻഡ് ഇങ്ങനെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്തു? അതിങ്ങനെ നീണ്ടു പോയി ഒരു 4 മാസത്തോളം ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഇങ്ങനെ ഡിസ്ലൈറ്റ് താഴ്ന്നു പൊക്കോണ്ടിരിക്കുകയാണ്. In some measure validating the Reserve Bank of India RBI's decision to pause monetary tightening till it could assess the impact of past ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ്. അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ റിസർവ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം ഇൻക്രീസ് ചെയ്യുന്നതിന് വരെ ചെയ്യാതെ മോണിറ്ററി ടൈറ്റനിങ് അങ്ങനെ തന്നെ പൊക്കോട്ടെ, വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്ത് പോട്ടെ. ഇപ്പൊ ടൈറ്റൻ ചെയ്യേണ്ട, തൽക്കാലത്തേക്ക് വലിയ ഉഷാറായിട്ടല്ല പോകുന്നത് എന്ന രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. സ്റ്റിൽ മന്ത് ഓൺ മന്ത് ദ പ്രൊഫഷണൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI, പ്രൊഫഷണൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI എന്ന് പറയുന്നത് സ്ലോ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗെയിൻസ് അറ്റ് 0.51% ഇൻ May.
and change in pace from April 6-month high. April ആയപ്പോഴേക്കും 6 മാസം അടുപ്പിച്ചായിട്ട് വിലകയറ്റം ഭയങ്കരമായിട്ട് കൂടി, ഇൻഫ്ലേഷൻ റീഡിംഗ് ഭയങ്കര സീക്വൻഷ്യൽ ആയിട്ട് 6 മാസം അടുപ്പിച്ച് ഹൈ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ കൂടിക്ക് വരുമെന്ന് ഏപ്രിൽ മാസമായപ്പോൾ നമ്മൾ കണക്കെടുത്തപ്പോൾ കേട്ടോ. A key contribution to the deceleration in year-on-year prices gains in May was inflation in food items. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൈസ് ഗെയിൻസിന്റെ ഡീസലറേഷൻ സംഭവിച്ചത് എപ്പോഴാണെന്ന് അറിയാമോ? മെയ് മാസം വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ഇൻഫ്ലേഷൻ കാരണം. അപ്പോൾ ഫുഡ് ഐറ്റംസിന് അത്രമാത്രം വിലകയറ്റം വന്നുകൊണ്ടാണ് ബാക്കിയുള്ള ഭാഗത്തിൽ ഡീസലറേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എത്രത്തോട്ട് വന്നു? 93 ബേസിസ് പോയിന്റിലോട്ടാണ് വന്നേക്കണേ, 2.91%. അപ്പോൾ എവിടേക്കാണ് ഇൻഫ്ലേഷൻ വന്ന ഭാഗങ്ങൾ എന്ന് പറയാം. ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഈസിംഗ് ഇൻ ഫുഡ് ഐറ്റം പ്രൈസസ് പോസ്റ്റിംഗ് എ 16% ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ വിലകയറ്റം, വില കുറവാണ് ഡിഫ്ലേഷൻ കേട്ടോ. അപ്പോൾ 16% ഓയിലിന് ഫാറ്റിനും ഒക്കെ കുറച്ചു, ഫുഡ് പ്രൈസസിന്റെ ഇത് കുറഞ്ഞു. കണ്ടിന്യൂയിങ് ഡിഫ്ലേഷൻ ഇൻ ദ സിറിയൽസ്. പിന്നെ സിറിയൽസ് എടുക്കുവാണെങ്കിൽ സിറിയൽസിന് ഭയങ്കരമായിട്ട് കുറേ ഡിഫ്ലേഷൻ സംഭവിച്ചു. ആൻഡ് പ്രൊഡക്ട്സ് കാറ്റഗറി വിച്ച് ഹാസ് ആൻ ഓൾമോസ്റ്റ് 10% വെയിറ്റ് ഇൻ ദ CPI. ഏറെക്കുറെ CPIയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ 10% വരുന്ന ആളാണ് നമ്മുടെ സിറിയൽസും പ്രൊഡക്ട്സും മറ്റു പ്രൊഡക്ട്സും ഒക്കെ. അതിന്റെ ഡിസലറേഷനും ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിറിയൽസ് ഇൻഫ്ലേഷൻ ഈസ്ഡ് ബൈ മോർ ദാൻ 100 ബേസിസ് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രം ഏപ്രിൽ to 12.7%. The risk of the reading too much into the year-on-year moderation in inflation was, however, most evident in food and beverages group that accounts for 46% of the CPI, with 9 of its 12 subgroups witnessing sequential increases in price levels. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു റിസ്ക് എപ്പോഴാണ് ഇയർ-ഓൺ-ഇയർ മോഡറേഷൻ ഇൻഫ്ലേഷൻ ഒരു ഇതിന്റെ റിസ്ക് വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഭയങ്കരമായിട്ട് ആ റിസ്ക് എവിഡൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസിൻ്റെയും ബെവറേജ് ഗ്രൂപ്പിൻ്റെയും കാര്യത്തിൽ. കാരണം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യത്തിലേക്കാളും കൂടുതൽ ഫുഡ് ഐറ്റംസിനും ബെവറേജിനും കുറച്ചുകൂടെ ഇൻഫ്ലേഷൻ വിലകയറ്റം കൂടിയിട്ടുണ്ട്. അത് ശരിക്കും ഒരു 4.6% CPIന്റെ ഇതിൽ കൂട്ടത്തിന് കാരണം. അപ്പോൾ അതായത് ഇതിൻ്റെ മൊത്തത്തിലുള്ള 12 സബ് ഗ്രൂപ്പ്സിൽ 9 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 12 ആകെ ഉള്ളൂ ഈ സബ് ഗ്രൂപ്പ്സിൽ, 12 ആകെ ഉള്ളൂ. ആ 12 9 വിലകയറ്റം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, വില കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആലോചിച്ചു. അപ്പോൾ പ്രൈസ് ലെവൽ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്തു, ഇൻഫ്ലേഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്, ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് വരുമ്പോൾ ക്രൂഷ്യൽ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡിംഗ് വെജിറ്റബിൾസ് ആൻഡ് ദ കീ പ്രോട്ടീൻ സോഴ്സസ് ഓഫ് മിൽക്ക്. വെജിറ്റബിൾസ്, അതുപോലെ തന്നെ കീ പ്രോട്ടീൻ സോഴ്സസ് ഓഫ് മിൽക്ക്, മീറ്റ്, പൾസസ് all posted appreciable quickening in price from a month earlier. കഴിഞ്ഞ മാസം വെച്ചും ഈ മാസത്തിലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ മാസം മെയ് അല്ലേ, മെയ്ക്കും ഏപ്രിൽ മാസം എടുത്ത് നോക്കുന്നത് ഒറ്റ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തും മിൽക്ക്, മീറ്റ്, പൾസസിൻ്റെ ഒക്കെ ഇൻക്രീസ് കാണാം, ഇൻഫ്ലേഷൻ കാണാൻ പറ്റും. And that appreciable quickening in prices from month earlier കാണാൻ പറ്റും. Vegetable prices which deflated 8.2 from the year earlier levels. വർഷം അതിനേക്കാളും മുമ്പുള്ള വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡിഫ്ലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഒരു ഇയർ ഓൺ ബേസിസിൽ എടുക്കുകയാണ്, ഇയർ ഓൺ ഇയർ ബേസിസിൽ എടുക്കുകയാണെങ്കിൽ 8.2% ഡിഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ലോക്ഡ് 3.35% sequential inflation, a pace that was almost twice April's 1.7%. ഏപ്രിലിൽ 1.7% ആയിരുന്നത് മെയ് മാസത്തേക്ക് വന്നപ്പോൾ 3.35. അപ്പോൾ ഓൾമോസ്റ്റ് അതിന് ഡബിളായി, ട്വൈസ് ആയി. അപ്പോൾ ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. സീക്വൻഷ്യൽ ഇൻഫ്ലേഷൻ എടുക്കുകയാണ്, ഇയർ ഓൺ ഇയർ കുറവായിരിക്കും, പക്ഷേ മന്ത് ഓൺ മന്ത് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ വെച്ചും ഈ മാസത്തിലോട്ട് മെയ് മാസം എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ഇരട്ടി ഇതിൻ്റെ ഇൻഫ്ലേഷൻ സംഭവിച്ചതായി നമുക്ക് കാണാൻ പറ്റും. മന്ത് ഓൺ മന്ത് ഗെയിൻസ്. Milk and dairy and pulses are on other food categories. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മിൽക്ക്, ഡയറിയും പൾസസും ഇതാണ് മറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസിന് എടുത്തു പറയേണ്ടാത്ത കാറ്റഗറീസ് ഓഫ് കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാറ്റഗറി ഇതാണ്. While year-on-year inflation in milk hovered close to 9% in level in May. ഇയർ ഓൺ ഇയർ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 9% ആണ് മിൽക്കിന് കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. മിൽക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് നിലനിന്ന് തന്നെ പോവാണ്, അതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ നിൽക്കുന്നു, ഒരു 9% ലെവലിൽ നിൽക്കുകയാണെങ്കിൽ. The reading was at the 3-month high at 6.7%. അപ്പോൾ റീഡിംഗ് മന്തിലെ ലെവലിലോട്ട് എടുക്കുകയാണെങ്കിൽ 3-month ഹൈ ആയിട്ടാണ് മിൽക്കിൻ്റെ ഒരു പ്രൈസ് ആയിട്ട് ഇവിടെ കാണുന്നത്. അതും 0.67% കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പൾസസ് എടുക്കുമെന്ന് വിചാരിച്ചോളൂ. പൾസസിന് എടുക്കുകയാണെങ്കിൽ അതൊരു പ്രൈമറി പ്രോട്ടീൻ സോഴ്സാണ് നമ്മുടെ, അല്ലേ? ഒരു വെജിറ്റേറിയൻ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസ്യൂമേഴ്സ് സംബന്ധിച്ചും അവർ മിൽക്കും മീറ്റൊന്നും കഴിക്കില്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് പൾസസ് ആണ് അവരുടെ ഏറ്റവും കൂടെ പ്രൈമറി ആയിട്ടുള്ള എനർജി സോഴ്സ്, പ്രോട്ടീൻ സോഴ്സ്. have also been rising at the disconcerting clip. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിനും പൈസ കൂടിയിട്ടുണ്ട്. വിത്ത് ഇയർ ഓൺ ഇയർ റേറ്റ് ക്വിക്കനിങ് ബൈ 128 ബേസിക് പോയിന്റ്സ് ടു
31-month high of 6.56. ഒരു 31 മാസം ത്തിൻ്റെ ഒരു ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഹൈ ആയിട്ട് 6.5% ഹൈ ആയിട്ട് നമുക്ക് പ്രൈസ് കൂടിയതായിട്ട് കാണാൻ പറ്റും. സീക്വൻഷ്യലി ദ കാറ്റഗറി ദാറ്റ് ഇൻക്ലൂഡ്സ് ലെൻറ്റിൽസ് കാര്യം ഒരു പൾസസ് വിഭാഗമാണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടെറൻ ഉറാദ് ദാൽ പോസിറ്റ് 1.2% ഇൻഫ്ലേഷൻ. അപ്പോൾ ആ പൾസസിൽ എടുത്ത് പറയുന്ന ലെൻറ്റിൽസ് ഒക്കെ എടുത്ത് പറയുന്ന ടെറും ഉറാദ് ദാലും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൈസ് വളരെ കൂടിയിട്ടുണ്ട്. അക്നോളജിങ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദാൽ പ്രൈസസ്, പരിപ്പ് ടൈപ്പ് ഓഫ് പരിപ്സ് കേട്ടോ, sensitivity of dal prices എടുത്ത് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി വെൻ key state elections are due, Center on June 2 imposed limits on the holding of stocks of urad and tar till October 31. അപ്പോൾ എന്തപ്പം ഇപ്പോൾ ഇലക്ഷനോടൊക്കെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനൊക്കെ വരുന്നു, അതുകൊണ്ട് തന്നെ ജൂൺ 2 ആയപ്പോഴേക്കും എന്താ പറയുക ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ സ്റ്റോക്ക് എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഇലക്ഷൻ്റെ ബേസിസിൽ കേട്ടോ. വിത്ത് ഹൗസ് ഹോൾഡ്സ് പെർസെപ്ഷൻ ഓഫ് കറണ്ട് ഇൻഫ്ലേഷൻ, ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ച് സാധാരണക്കാരൻ്റെ ഒരു ചെലവിന് ഹൗസ് ഹോൾഡ് ചെലവിനെ വേണ്ടി സംബന്ധിച്ചിടത്തോളം പെർസെപ്ഷനിൽ ചിന്തിച്ചു പോകുമ്പോൾ ഇൻഫ്ലേഷൻ ഫൗണ്ട് ടു ബി റണ്ണിങ് അറ്റ് 8.8% and 3-month and year ahead forecast pegging price gains at more than 10%. അപ്പോൾ കൂടുതൽ മോർ ദാൻ 10%ഓളം മെയ് മാസത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന പ്രൈസ് ഗെയിൻ കൂടി വന്നേക്കുന്നത്. അത് ഒരു എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പ്രൈസാണ് ഇപ്പം പ്രൈസിങ് ആണ്, കാൽക്കുലേഷൻ ഓഫ് പ്രൈസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് RBIയുടെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേയിൽ കാണിക്കുന്നത് കേട്ടോ. പോളിസി മേക്കേഴ്സ് അപ്പോൾ എന്ത് ചെയ്യണം, ദേ ഹാവ് ദർ ടാസ്ക് കട്ട് ഔട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞും കൂടി ഉണ്ടായിരുന്നുള്ളൂ, നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് മാറാം, കഥ പെട്ടെന്ന് മാറാം. അതാണ് ഇൻഫ്ലേഷൻ ഏറ്റവും വലിയ പ്രോബ്ലം. ഇക്കണോമി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി ചാടിക്കളിക്കാം, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ they have to do something very difficult to convince consumers that inflation will be tamed. കുഴപ്പമില്ല, ഇൻഫ്ലേഷൻ ഞങ്ങൾ ഒതുക്കി തരാം, കുഴപ്പമില്ല, ഇൻഫ്ലേഷൻ ഞങ്ങൾ കുറക്കി തരാം എന്ന് പോളിസി മേക്കേഴ്സ് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യണം സാധാരണക്കാരനെ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. ബിക്കോസ് so as to not erode their purchasing power. ഒരിക്കലും സാധാരണക്കാരുടെ പർച്ചേസിംഗ് പവറിനെ സേവിങ്സിന് ഇറോഡ് ചെയ്യാൻ പാടില്ല. കാര്യം അറിയാം, സാധാരണക്കാരെ ഡെയിലി വേജ് ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന, അവരുടെ സേവിങ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ മേടിക്കുമ്പോഴായിരിക്കും. കാരണം അതല്ലാതെ വേണ്ട ഒരു ലക്ഷറി അവർക്കില്ല. അവരുടെ ഫുഡ് ഐറ്റംസ് ആണ് അവരുടെ ഏറ്റവും മെയിനായിട്ട് എസെൻഷ്യൽ തിങ്സ് ആണ്. അപ്പോൾ അവരുടെ പർച്ചേസിംഗ് പവറും അതുപോലെ തന്നെ അവരുടെ സേവിങ്സ് ഉണ്ടെങ്കിലല്ലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പർച്ചേസിംഗ് പവർ ഇല്ലാണ്ടാക്കാൻ പറ്റാതെ അത് ഒരിക്കലും ഇറോഡ് ചെയ്ത് കളയാതിരിക്കാനുള്ള കാര്യം നമ്മുടെ പോളിസി മേക്കേഴ്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ ആണിത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ഓക്കെ ആണല്ലോ അല്ലേ? ഓൾ റൈറ്റ്. T-shirts behove for jeans. All right. Never vitiate a child's curiosity. Yeah, that's great. Your class dampened my worries about English language. I'm so happy to hear that. Thank you so much, Anandu. Your words means a lot to me. The shirt brought by his mother behoved for him to wear for the birthday celebration. That's great. The culpability of the laws will be discussed in front of the summit. That's great. His politics വരുമ്പോൾ പ്ലൂറലാണ്, പ്ലൂറലാണ്. കാരണം വെച്ചാൽ ഹിസ് പൊളിറ്റിക്സ് പറഞ്ഞാൽ അവൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നാണ്. പൊളിറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് സിംഗുലർ ആണ്, പക്ഷേ പൊളിറ്റിക്സ് ആസ് എ ഐഡിയോളജി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഐഡിയോളജീസ് ആണ്, എൻ്റെ ഐഡിയോളജീസ്. മൈ പൊളിറ്റിക്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം യോഴ്സ്. നിന്റെ പൊളിറ്റിക്സിനേക്കാളും പൊളിറ്റിക്കൽ ഐഡിയോളജി എൻ്റെ ഡിഫറെൻ്റ് ആണെന്ന് പറയില്ലേ. മൈ പൊളിറ്റിക്സ് ആണ് കേട്ടോ. പൊളിറ്റിക്സ് പ്ലൂറലാണ് ഇതിൻ്റെ കൂടെ വരുമ്പോൾ. എമിലെ പൊളിറ്റിക്സ് പ്ലൂറലാണ് വെൻ ഇറ്റ് കംസ് വിത്ത് പൊസസീവ്സ്. ഹിസ്, മൈ, യോർ, വൺസ് അല്ലേ, ആർ അല്ലേ, എല്ലാ പൊസസീവ്സിൻ്റെ കൂടെ വരുമ്പോൾ പൊളിറ്റിക്സ് പ്ലൂറലാണ്. വിനുവിൻ്റെ സെൻസ് കറക്റ്റ് ആട്ടോ. വിലാഹരി എമ്മിലെ ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിപ്പോല്ലേ, രണ്ടുപേരും ഒന്ന് ശ്രദ്ധിക്കണം. വിനു എഴുതിയ കറക്റ്റാണ്, ഞാൻ വീണ്ടും പറയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ പേരെന്താ, നമ്മുടെ പൊസസീവ്സിൻ്റെ കൂടെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്ന പ്ലൂറൽ നൗണാണ്. അതൊന്ന് ശ്രദ്ധിച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ ക്ലിയർ ആയോ? ആർട്ടിക്കിൾ ക്ലിയർ ആയെങ്കിൽ ഒരു തംസപ്പ് ഇട്ടുള്ളൂ. നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റൻസിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റനിലോട്ട് പോകാൻ ഇന്നത്തെ ക്വസ്റ്റൻ തരാം. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു. A 20-year-old Carlos Alcaraz, widely considered as the anointed one, he was faced with the tipster's favorite. ഇതായിരുന്നു ക്വസ്റ്റൻ. ആൻസർ ഒന്ന് വേഗം തരാമോ? എത്ര പേര് ആൻസർ ഒന്ന് നോക്കട്ടെ. പെട്ടെന്ന് ആൻസറിലോട്ട് വന്നേ എല്ലാവരും. ഉഷാറായിട്ട് ആൻസറിലോട്ട് വരട്ടെ. കാണട്ടെ നിങ്ങളുടെ ആൻസറിലോട്ട് വരട്ടെ. വേഗം വരൂ പോരട്ടെ ആൻസറിലോട്ട്. 1 2 3 4 5. ഓക്കെ, ഇന്ന് ഒരാളൂടെ തന്നിട്ടുണ്ട് ആൻസർ. അപ്പോൾ എന്തായാലും 5 പേര് ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ പോരട്ടെ.
ആരും ആൻസർ പറയുന്നില്ലേ? ഞാൻ തന്നെ ആൻസർ പറയണോ? ആസ് വേണ്ട, സത്യം ആസ് വേണ്ട. കാരണം വെച്ചാൽ കൺസിഡർ എന്ന വേർബിന്റെ കൂടെ ഒരിക്കലും ആസ് വേണ്ട. ചില വേർബുകളുടെ കൂടെ ആസ് എന്ന അഡ്വേർബ് ഉപയോഗിക്കരുത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്വേർബിന്റെ ചാപ്റ്ററിൽ. അപ്പോൾ അഡ്വേർബിന്റെ ചാപ്റ്റർ നോക്കുമ്പോൾ അഡ്വേർബിന്റെ റൂൾ ഉണ്ട്, റൂൾ ഓഫ് ആസ് എന്നുള്ള റൂൾ ഉണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് എന്ന അഡ്വേർബ് ഇവിടെ ആവശ്യമില്ല കൺസിഡർ എന്ന വേർബിന്റെ കൂടെ. സോ അതൊന്ന് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കൺസിഡർ എന്ന വേർബിന്റെ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് കൊടുക്കരുത്? ആസ് കൊടുക്കരുത്. ദാറ്റ്സ് എ റോങ് യൂസേജ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കാം ഇന്നത്തെ ചോദ്യം. Meanwhile, every turn of the screw in the Trump cases are further being used to mitigate the political ecosystem with an eye on the 2024 presidential election. സംഭവം വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചു നോക്കി. ഇനി ഒന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ കോമന്റ് സെക്ഷൻ തരിക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനലുണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാം, മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും കണ്ടുകൊണ്ടേ ഇരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക, സജഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് 2 ചാനലുണ്ട്. ഈ ചാനൽ Adda247 മലയാളം, അതുപോലെ തന്നെ Adda247 ബാങ്കിങ് ചാനൽ, അതായത് ബാങ്കേഴ്സ് അഡ മലയാളം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. ഇതിൻ്റെ നോട്ടൊക്കെ കിട്ടുന്ന എൻ്റെ ടെലിഗ്രാം ചാനൽ, നമുക്ക് അതിലും ജോയിൻ ചെയ്യാം. ഇംഗ്ലീഷ് വിത്ത് റിൻറ്റു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യുൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സേഫ്, ശ്രദ്ധിച്ചിരിക്കുക ആൻഡ് ബി ഹാപ്പി. അപ്പോൾ ഇന്ന് രാത്രി 7:30 മണിക്ക് ഷെഫിക് സാറും ഞാൻ വരുന്നുണ്ട് നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട്. അപ്പോൾ കാണാം. ബൈ, ടേക്ക് കെയർ.